അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ മാഇദ നമ്മൾ തുടങ്ങുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أوفوا بالعقود أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഉത്തമ സമുദായം എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല രണ്ട് ലോകത്തും വിജയം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. സൂറത്തുൽ മാഇദ വളരെ സുപ്രധാനമായ സൂറത്ത് നമ്മൾ തുടങ്ങണം. അല്ലാഹു തആല ഇത് പഠിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. മാഇദ നമ്മൾ ഇങ്ങോട്ടല്ലേ പോണ്ട, മേലക്കല്ലേ പോണ്ട. ആറാഫ് നമ്മൾ കഴിഞ്ഞു പോയതാണ്. സൂറത്തുൽ മാഇദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. സൂറത്തുൽ മാഇദ വളരെ സുപ്രധാനമായ ഒരു സൂറത്താണ് സൂറത്തുൽ മാഇദ.
ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് തുടങ്ങുകയാണ്. 120 ആയത്തുകളാണ് മാഇദ സൂറത്തിലുള്ളത്. മാഇദ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ഭക്ഷണത്തളികക്കും സുപ്രക്കൊക്കെ മാഇദ എന്ന് പറയും. അപ്പൊ മാഇദ എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ സൂറത്തിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ആകാശത്തുനിന്ന് ഭക്ഷണത്തിന്റെ ഒരു തളിക വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടൊരു സംഭവമുണ്ട്. അതാണ് ഈ സൂറത്തിന് മാഇദ എന്ന് പേര് വരാനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം. ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത മറ്റൊരു സൂറത്തുകൾക്കും ഇല്ലാത്ത വളരെ പ്രത്യേകത ഒരു ഇതിനുള്ളത് ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ സൂറത്തിൽ അല്ലാഹു തആല മൊത്തം 18 ഹുക്മുകൾ അല്ലാഹു തആല പറയുന്നുണ്ട്, വിധികളെ സംബന്ധിച്ച്. അങ്ങനെ ഒരു സൂറത്തിൽ ഇത്ര വിധികൾ ഒന്നായിട്ട് വന്നത് വേറെ സൂറത്തുകളില്ല. ഇൻഷാ ഓരോ നമുക്ക് കള്ളാവട്ടെ, അങ്ങനെ ഒരുപാട് മദ്യപാനത്തിന്റെ ശിക്ഷ, അങ്ങനെ കുറെ ഹുക്മുകൾ ഒന്നായിട്ട് വന്ന ഒരു സൂറത്താണത്. രാജ്യദ്രോഹം അടക്കം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ശിക്ഷകള്, ഹുക്മുകള്, വിധികള്, അത് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ഏത് ആയത്തുകളാണെങ്കിലും സൂറത്തുകളാണെങ്കിലും ഒന്നുകിൽ മക്കിയ വിഭാഗത്തിലാവും അല്ലെങ്കിൽ മദനിയ വിഭാഗത്തിലാവും. ഹിജ്റന്റെ മുമ്പ് ഇറങ്ങിയതിന് മക്കിയ എന്ന് പറയും, ഹിജ്റക്ക് ശേഷം അവതരിച്ചതിന് മദനിയ എന്ന് പറയും. ഈ സൂറത്ത് മദനിയ വിഭാഗത്തിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്തതിന്റെ ശേഷമാണ് അല്ലാഹു തആല ഈ സൂറത്ത് ഇറക്കുന്നത്. അതുകൊണ്ട് ഈ സൂറത്ത് മദനിയ വിഭാഗത്തിലാണ്. ഇനിയിപ്പോൾ അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ഹിജ്റക്ക് ശേഷം അവതരിച്ച സൂറത്താണെങ്കിലും അതിന്റെ ശേഷം നബിതങ്ങൾ മക്കയിലേക്കോ പരിസരത്തേക്കൊക്കെ തിരിച്ചു വന്ന സമയത്ത് ഇറങ്ങിയ ആയത്തുകൾ ഇതിലുണ്ടാവും. അപ്പോഴും പേരയിനം തന്നെ കാരണം മക്കത്ത് നിന്ന് അവതരിച്ചതേ കാരണം. പക്ഷെ ഹിജ്റന്റെ ശേഷം ആകുമ്പോൾ അതിനെന്ത് പേര് വരുള്ളൂ? മദനിയ എന്നേ വരുള്ളൂ. ഉദാഹരണത്തിന് ഈ സൂറത്തിൽ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശആഇറല്ലാഹ് എന്ന് പറയുന്ന നമ്മൾ ഓതി വെച്ചതിന്റെ ഒരു ഭാഗമുണ്ടല്ലോ, രണ്ടാമത്തെ ആയത്ത്. ഈ രണ്ടാമത്തെ ആയത്ത് അത് ഇറങ്ങുന്നത് മക്ക വിജയത്തിന്റെ സമയത്താണ്. മക്കി വെച്ചാണ് ഇറങ്ങുന്നത്. പക്ഷെ ഇത് മദനിയ വിഭാഗത്തിലെ പേര്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി. പിന്നെ 8 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം പരിശുദ്ധ മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്ക നമ്മുടെ കാൽക്കീഴിലായി. ആ സമയത്താണ് ഈ രണ്ടാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ ശരിക്ക് മക്കത്തുനിന്ന് ഇറങ്ങുന്നത്, മക്കത്തുനിന്ന് ഇറങ്ങിയ അതിലേറെ വലിയ സ്ഥലമല്ല മക്ക എന്ന് പറയുമ്പോൾ, സാക്ഷാൽ മക്കയിൽ നിന്നാണ്. പക്ഷേ ആ ആയത്ത് മദനിയ വിഭാഗത്തിലാണ്, ഹിജ്റന്റെ ശേഷം. അപ്പോൾ മാനദണ്ഡം ഹിജ്റന്റെ മുമ്പ് ഹിജ്റന്റെ ശേഷം എന്നുള്ളതാണ്. അങ്ങനെ അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന വളരെ സുപ്രധാനമായ ആയത്ത് ഇതിലാണ്, ഈ സൂറത്തിലാണ്. അതിറങ്ങുന്നത് അറഫയിൽ വെച്ചാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജില് പരിശുദ്ധ അറഫ മൈതാനിയിൽ വെച്ച് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് ഇറങ്ങിയ ആയത്താണ് ഏത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ളത്. മദീനീന്നല്ല, അറഫീന്നാണ്. മക്കത്തുനിന്ന് ആളാണ്ട് സുഖം അറഫീക്ക് പോവാൻ. പക്ഷെ അതിന് പേരെന്താ വരിക? ആ ആയത്തും മദനിയ വിഭാഗത്തിലാണ് പെടുക. കാരണം ഹിജ്റന്റെ ശേഷമായിരുന്നു. 120 ആയത്തുകളുള്ള ഈ സൂറത്തില് 2840 പദങ്ങളാണ് മൊത്തം ഈ സൂറത്തിലുള്ളത്. 2840 വാക്കുകൾ, 11,933 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ ഈ മാഇദ സൂറത്ത്, അപ്പൊ നിങ്ങളെ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു മാഇദ സൂറത്ത് ഓതാൻ കുറഞ്ഞ ടൈം മതി.
ഒരു 120 ആയത്തുകൾ ഓതുകയെന്ന് പറഞ്ഞാൽ അത്ര വലിയ ടൈമൊന്നും വേണ്ട. 11,933 അക്ഷരങ്ങൾ നമ്മളെ നാവ് കൊണ്ടൊക്കെ നമ്മൾ മൊഴിയുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അതിനെ 10 കൊണ്ട് ഗുണിച്ചു നോക്കി. ഒരക്ഷരത്തിന് 10 ഹസനത്ത് കണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി ഈ 10 ഹസനത്ത് എന്ന് പറഞ്ഞാൽ മിനിമം ഉള്ള ഒളു ഇല്ലെങ്കിലും ഉണ്ടാവും. ഒളു ഇല്ലാതെ ഓതാലോ. ഒളോട് കൂടെ ആണെങ്കിൽ അതിന് 25 ഹസനത്താണ്. ഞാനൊരു മായുധന്റെ കാര്യം മാത്രത്തോളം നമ്മളതിന്റെ അക്ഷരത്തിന്റെ എണ്ണം കൂടി പറയുമ്പോൾ നമ്മളൊന്ന് പരസ്പരം ബന്ധപ്പെടുത്താനും കമ്പയർ ചെയ്യാനും വേണ്ടി പറയാം. നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് എത്ര കൂലി നേടാം. ഒളോടുകൂടെ ഒരാൾ ഓതുമ്പോൾ 25 ഹസനത്തുകളാണ് ഒരക്ഷരത്തിന് അല്ലാഹു തആല നൽകുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിസ്കാരത്തിലൊക്കെയാണ്. നിസ്കാരത്തിലൊക്കെ നമ്മൾ വലിയ സൂറത്തൊക്കെ ഓതാണ്. എല്ലാ ഓതണ്ടീന് നിന്ന് നിസ്കരിക്കുന്നവന് 100ഉം ഇരുന്ന് നിസ്കരിക്കുന്നവന് 50ഉം ഹസനത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും മാഇദ സൂറത്ത്, ഈ സൂറത്ത് അവതരിക്കുന്നത് ഇപ്പോൾ 1-2 ആയത്തുകൾ ഞാൻ പറഞ്ഞു പ്രത്യേക സ്ഥലത്ത്. ബാക്കിയുള്ളത് ബഹുഭൂരിപക്ഷം ഇറങ്ങുന്നത് ഹുദൈബിയ കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ്. നമ്മൾ മാനസികമായിട്ട് കുറച്ച് വിഷമമുള്ളൊരു സന്ദർഭം കൂടിയാണ്. വലിയ പ്രയാസമുള്ള സന്ദർഭമാണ്. നമ്മൾ ആത്മാഭിമാനം പറ്റേ നഷ്ടപ്പെട്ടുവോ എന്ന് ഒരു ചിന്ത നമുക്ക് വന്നൊരു സാഹചര്യം കൂടിയാണത്. ആ സമയത്ത് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് അവതരിക്കുന്നത്. അപ്പോൾ മാഇദ സൂറത്ത് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോ സന്ദർഭം വരുമ്പോൾ അതാത് കാര്യങ്ങൾ, ഈ സൂറത്തിന്റെ പേര് മാഇദ വരാനുള്ള ഞാൻ പറഞ്ഞു, ലാസ്റ്റാണ് വരേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ 10-18ഓളം ഹുക്മുകൾ പ്രത്യേക ഇതിൽ വരുന്നുണ്ട്. അതിൽ പലർക്കൊരു ധാരണ ഉണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലുള്ള ആയത്താണ് ഖുർആനിലെ അവസാനത്തെ ആയത്ത് എന്നുള്ളൊരു ധാരണ പ്രശ്നമുണ്ട്. ഈ ക്വിസ് മത്സരങ്ങളും മറ്റൊക്കെ റബീഉൽ അവ്വലിലൊക്കെ നടത്തുമ്പോൾ പലയിടത്തും പ്രശ്നം ഉണ്ടാവും. ചിലർ ദേവിക്കും എന്നിട്ട് അതിന് മാർക്ക് കൊടുക്കും. അതല്ല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്തിറങ്ങിയതിന് ശേഷം ഹുക്മുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേക വിധികൾ കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല. അതാണ് അത് ലാസ്റ്റ് അറിയേണ്ടത്. ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് സൂറത്തുൽ ബഖറയിലെ 281 ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന എന്ന് പറയുന്ന ആ ആയത്താണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. അൽ ബഖറയിലാണ്. അത് ഇറങ്ങിയതിന് ശേഷം 4-5 ഒക്കെ ദിവസേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ശേഷമാണ് വഫാത്തായത്, ജീവിച്ചിട്ടുള്ളൂ. അതേ സമയത്ത് പിന്നെ അൽയൗമ അക്മൽതു ലക്കും എന്നുള്ളത് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് ഇറങ്ങിയതാണ്. അത് ദുൽഹിജ്ജ മാസത്തിലല്ലേ. ആ ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറം സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വലിലാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അൽയൗമ അക്മൽതു ലക്കും എന്നല്ല അവസാനത്തെ ആയത്ത്. അത് കഴിഞ്ഞ് 3 മാസം നബി തങ്ങൾ അദ്ദേഹത്തിന് ജീവിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനം ഇറങ്ങിയത് മറ്റേ ആയത്താണ്. ഇതിന്റെ ശേഷം വേറെ വിധികളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതും കൂടി. ഇസ്ലാം പൂർണ്ണമായി സമ്പൂർണമായി എന്ന് അല്ലാഹു തആല പറയുന്ന ആയത്തും കിടക്കുന്ന എവിടെയാണ്? ഈ സൂറത്തിലാണ്. അതിൽ തന്നെ മനസ്സിലാക്കുന്നത് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ താഴോട്ടേക്കാണ്. പെരപ്പണിയൊക്കെ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചളി പുരളാൻ തുടങ്ങും. കാരണം അങ്ങനെയുള്ളൂ, യൂസ് ചെയ്യൽ തുടങ്ങി. ഏതൊരു കാര്യത്തിനും പൂർണ്ണത എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ടാ. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ലാണ്ട് പൂർത്തിയായി എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേജാറാണ്. എന്തെങ്കിലും വലിയ അപകടം ഉണ്ടാവുമോ, അങ്ങനെ ഒരു നഷ്ടം എന്തെങ്കിലും ഉണ്ടാവുമോ, അങ്ങനെ ഉണ്ടല്ലോ. എന്നതുപോലെ തന്നെ എല്ലാ കാര്യത്തിലുള്ളതാണത്. അൽയൗമ അക്മൽതു ലക്കും എന്ന് ഇറങ്ങിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിന്റെ വഫാത്ത് വാസനിക്കുണ്ടായിട്ടു എന്നാണ്, മണക്കുന്നുണ്ട്. പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ താഴോട്ടേക്കാരം. ഇൻഷാ അല്ലാഹ് ആയത്തെത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇനി ഈ സൂറത്ത് മാഇദ സൂറത്ത് നോക്കൂ. പൊതുവെ ഈ മദീനക്കാരെ അഭിസംബോധന ചെയ്യുമ്പോഴൊക്കെ, അതായത് മദനിയ വിഭാഗത്തിലുള്ള ആയത്തുകളിലൊക്കെ ഈ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടുതൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്നായിരിക്കും. പണ്ട് എൻ്റെ ഉസ്താദ് ദർസ് തുടങ്ങുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തു നിന്നാണ് ദർസ് തുടങ്ങിയത്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് കമ്മിറ്റിക്കാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് ചോദിക്കുകയാണ്, ഇതാണ് ഇപ്പം നമ്മളെ മുദരിസിലെ
അന്ന് ഞാനില്ല കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഉസ്താദ് ഇങ്ങനെ പറയാൻ അനുഭവം. ഇതാണിപ്പോൾ നമ്മളെ മുദരിസിലെ ആദ്യം മുദരിസിനൊന്ന് പരിശോധിച്ചോട്ടെ ഞാൻ അതെല്ലാവരും ബേജാറായി. ഇത് നിങ്ങൾക്ക് മുദരിസാകാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞാലോ അങ്ങനെ ഉണ്ടല്ലോ. വലിയ വലിയ ഔലിയാക്കളടുത്തൊക്കെ ചെന്ന് ഞാൻ ഫോട്ടോ അയച്ചു പോകണ്ടാറിന് അവിടെ ഇരിക്കേണ്ടി വരും. തന്നെ അവിടെ ഇരിക്കേണ്ടി വരും. ഇത് കല്യാണം ഉണ്ട് മുടി അളിയിക്കലുണ്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്നതുപോലെ അലിവിന് അതിന് നിൽക്കരുത്, അതവ് പാലിക്കണം. നമ്മളെ പരീക്ഷിക്കും അല്ലാതെ. അപ്പൊ കന്യാത്തുസ്തായി ചോദിച്ച ചോദ്യം ഏതാ അറിയാള്? മൽ ഫർഖു ബൈന യാ അയ്യുഹല്ലദീന ആമനു വയാ അയ്യുഹന്നാസ്. ഈ യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹന്നാസ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആനിലുള്ള ഒരു അഭിസംബോധനയുള്ളത്, ഓ സത്യവിശ്വാസികളെ, ഓ ജനങ്ങളെ. അപ്പൊ ഉസ്താദ് പറഞ്ഞു അത് അവിടുന്ന് തന്നെ പറഞ്ഞു തന്നാൽ മതിയാണ്, അതുപോണ്ടേ. അപ്പോൾ കന്യാത്തുസ്താദ് തിരിച്ചു ചോദിച്ചത്രേ. പിന്നെ ചോദ്യം ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനും ഞാൻ ഇത് കൊടുത്ത നിയമമായി, രണ്ടും കൂടി ഞാനായാലെങ്ങനെ? അപ്പോൾ ഉസ്താദ് പറഞ്ഞ അപ്പോൾ അവിടെ കൂടിയോല് പറഞ്ഞ ഉസ്താദ് തന്നെ പറയണേ എൻ്റെ ഇത് എന്നാ ഞാൻ പറഞ്ഞുതരാം. അതായത് യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് മദീനക്കാരോടേക്കാരം അഭിസംബോധന കൂടുതൽ. യാ അയ്യുഹന്നാസ് എന്നുള്ളത് മക്കക്കാരോടേക്കാരം. അതിൻ്റെ അർത്ഥം ഒരു മാത്രമാണെന്നല്ല, മക്കിയ വിഭാഗത്തിലാണ് യാ അയ്യുഹന്നാസ് എന്നുള്ളത് കൂടുതൽ വരിക, മദനിയ വിഭാഗത്തിലാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് കൂടുതൽ വരിക. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാ. കാരണം എന്താ അറിയോ, മക്കയിൽ ഹിജ്റയുടെ മുമ്പ് വിശ്വാസികൾ കുറവാണ്. ഹിജ്റന്റെ ശേഷം അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായ സന്ദർഭമാണ്. അങ്ങനത്തെ ഒരു അഭിസംബോധനാണത്. നോക്കൂ, ഈ സൂറത്ത് തുടങ്ങേണ്ടത് തന്നെ അങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. സത്യവിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങളൊക്കെ കരാറ് ചെയ്താൽ അത് പാലിക്കണം, അത് പൂർത്തിയാക്കണം. അപ്പൊ ഇത് വിശ്വാസികളെ വിളിച്ചു പറയാനുള്ള കാരണം എന്താ അറിയോ? വിശ്വാസികളെ ഇത് ഉൾക്കൊള്ളുള്ളൂ. എന്നാൽ ഈ കരാറ് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളല്ലാത്തവരും ഈമാൻ ഇല്ലാത്തവരൊക്കെ നല്ല മനുഷ്യന്മാരുടെ നിലപാടാണ്. പക്ഷേ അവര് അതിന് പരലോകത്തെ പ്രതിഫലമോ മറ്റോ അല്ല ആഗ്രഹിക്കുന്നത്. അതാണ് വിശ്വാസികളെ പ്രത്യേകം വിളിക്കാൻ കാരണം. ഓൽക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാത്തവരും ചിലപ്പോൾ മാന്യത ഉണ്ടാവും ആളുകൾക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു വാക്ക് പറഞ്ഞ, അപ്പൊ നമുക്ക് തന്നെ അറിയാം, ചില സഹോദരങ്ങളൊക്കെ മതത്തിന്റെ പുറത്തുള്ളവര് ഒരു വാക്ക് പറഞ്ഞ ഒരു വാക്കാണ്. ഒരു വാക്ക് പറഞ്ഞാല് അവര് എന്തായിരിക്കും? അതിൽ ഉറച്ചു നിൽക്കും. ഞങ്ങളുണ്ടായിരുന്ന ഒരു പോസ്റ്റ്മാന്, അയാൾ ഒരു ഹിന്ദുവാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മൂപ്പർക്കൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ അതിന്റെ എതിർ പാർട്ടിക്കാരവിടെ വന്നുകൊണ്ട് നിങ്ങൾ കൊല്ലം വോട്ട് നമുക്ക് തരണം എന്ന് പറഞ്ഞാണ് മൂപ്പരെ നാവുകൊണ്ട് ഞാൻ ചെയ്തോണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം സ്വന്തം പാർട്ടിക്കാർ വന്നാൽ ഞാൻ വാക്കൊടുത്തോണ്ട് കൊല്ലം അങ്ങനെ കേട്ടോ പറയും. അങ്ങനത്തെ ഉണ്ടാവോ? നോക്കി നിങ്ങൾ ഒരു വാക്ക് കൊടുത്തു, നമ്മളൊക്കെ എന്താ ചെയ്യാ? എല്ലാരോടും പറയും. അതെങ്ങനെ നടക്കുമോ? എല്ലാവർക്കും കൂടി ആർക്കും കിട്ടൂലല്ലോ. പക്ഷെ എന്താ പറച്ചില് കമ്മിയാക്കൂല, നമുക്ക് നോക്കാറ്. എന്നാൽ ഇയാളങ്ങനല്ല. ഇയാൾ എന്ത് ചെയ്തു? അത് ഞാൻ വാക്ക് കൊടുത്തോണ്ട് ഇക്കൊല്ല അങ്ങനെ ഇട്ടോളോ പറയും. അപ്പൊ അയാൾ വിശ്വസിക്കുക ശരിക്കും. പക്ഷെ അയാൾ അതിന് പരലോകത്തെ കൂലിയോ മറ്റൊന്നല്ല ആഗ്രഹിക്കുന്നത്. അത് ഇവിടെ ഒരു അംഗീകാരം കിട്ടലും അല്ലെങ്കിൽ നല്ല മനഃശാസ്ത്രമുള്ള. എന്നാൽ നമ്മൾ അങ്ങനല്ല. നമ്മൾ ഒരു കരാറ് പാലിച്ചാല് അതിന് നമുക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകും. അതുകൊണ്ടാണ് അല്ലാഹു ഈമാനുള്ളവർക്കേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഈമാനുള്ളവരെ വിളിച്ചത്. യഥാർത്ഥത്തില് മാനവ സമൂഹം മൊത്തം സമാധാനത്തിന് വേണ്ടി പകർത്തേണ്ട 2 വിഷയങ്ങൾ ഇന്ന് നമ്മൾ ഓതിവെച്ച ആയത്തില്, ഒന്ന് തുടക്കത്തിലുണ്ട്, ഒന്ന് രണ്ടാമത്തെ ആയത്തിന്റെ ഒടുക്കത്തിലുണ്ട്. ആ കാര്യം ലോകം അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നോക്കൂ, ഇന്ന് ലോകത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് കരാറ് പാലിക്കുക എന്നുള്ളതാണ്. ഈ കരാറ് പാലിക്കുക എന്നുള്ളത് വരുമ്പോൾ അവിടെ നീതി നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇനി അവസാനത്തെ ആയത്തിന്റെ അവസാനം പറയുമ്പോൾ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നതും കൂടി നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഗോവിന്ദസ്വാമി ഒന്നും ജയിലിൽ ചാടുന്നൊരു പ്രശ്നം വരില്ല. മൊത്തത്തിൽ എല്ലാം നിലയ്ക്കും നമുക്ക് സമാധാനമായിരിക്കും.
മൈത്രേയൻ എന്ന് പറഞ്ഞൊരു വലിയ ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന ഒരുത്തം പറഞ്ഞല്ലോ, ഖുർആനിലെ ഒറ്റ വരി നന്മല്ലാണ്. ഇവർക്കൊക്കെയാണ് ഇത് എണ്ണി പറഞ്ഞു കൊടുക്കേണ്ടത്, ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, തല മുതൽ അവസാനം വരെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ലോകം മൊത്തം പകർത്തേണ്ട ഒരു സംഗതിയാണ്. നോക്കൂ, അല്ലാഹു തആല വലിയ കാര്യത്തിൽ തന്നെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. സത്യവിശ്വാസികളെ നിങ്ങൾ കരാറ് അതെന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. അതിൽ എല്ലാ കരാറും പെട്ടു. അതായത് അള്ളാഹുവിനായിട്ട് നമ്മൾ ചില കരാറുകളുണ്ട്, ആത്മീയ ലോകത്താണ്. നമുക്കിപ്പോൾ ഒരു പിടുത്തം കിട്ടൂല, സംഗതി ഉണ്ടായിട്ടുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ആത്മീയ ലോകത്ത് വെച്ച് അല്ലാഹു തആല സർവ്വ മനുഷ്യ ആത്മാക്കളോടും ചോദിച്ചു അത്രേ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഖാലൂ, അപ്പൊ എല്ലാ മനുഷ്യാത്മാക്കളും പറഞ്ഞു ബല, ഞങ്ങളുടെ റബ്ബാണ്. അങ്ങനെയൊക്കെ സമ്മതിച്ച് നമ്മൾ ജഡാവസ്ഥയിൽ വന്നപ്പോ പലരും കൂറുമാറിയതാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് അവിശ്വാസികളുണ്ട്, റബ്ബിൽ വിശ്വാസമില്ലാത്തവരുണ്ട്, സമ്മതിക്കണില്ല. അത് കൂറുമാറിയതാണ്. അപ്പോൾ അല്ലാഹു തആല പറയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ കരാറ് പാലിക്കണം, നിങ്ങൾ കരാർ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. ഇനി നമ്മൾ തമ്മിലുള്ള കരാറുകളൊക്കെ അതിൽ പെട്ടു. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമാധാനം ഉണ്ടാകുക. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നമുക്ക് പാലിക്കാൻ കഴിയണം. അങ്ങനത്തത് പരമാവധി എന്ത് ചെയ്താൽ മതി. നിങ്ങൾ ഈ അടുത്ത് എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ വന്നു, കുറച്ച് ആളുകൾ ഒരു വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഉസ്താദെ എന്തൊക്കെയാ വർത്താനം എന്നൊക്കെ ചോദിച്ച് ഖുർആൻ ക്ലാസ്സിനൊക്കെ കുറേയാണ് പൊക്കി വെച്ചു. അപ്പം തന്നെ എനിക്കറിയത് എന്തോ ഒരു ഇതുണ്ട്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ക്ലാസ്സിന് പോകുന്നതല്ലേ, അപ്പോൾ ക്ലാസ്സിന് വരുന്ന ഒരുപാട് സമ്പന്നരായ ആളുകളുണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ ഒരു ബിസിനസ് സംവിധാനങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്, ഇന്ന ആളുകളൊക്കെയാണ് അതിൻ്റെ തലപ്പത്ത്. അതുകൊണ്ട് വഞ്ചനയും പ്രശ്നങ്ങളൊന്നും പേടിച്ച് തന്നെ വേണ്ട. അപ്പം നിങ്ങൾ കുറച്ച് ആളുകളെ അതിക്ക് തരണം, നിങ്ങൾ പറഞ്ഞ പറ്റുന്ന ആളുകളെ ഒന്ന് ഞങ്ങളേറ്റൊന്ന് ബന്ധിപ്പിച്ച് തരണം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു മൈൻഡുള്ള ആളല്ല, ഇതൊന്നും താല്പര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനൊക്കെ പറ്റിയ ആൾക്കാർ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ട ആര് എന്നോട് പറഞ്ഞല്ലോ, ഉസ്താദ് ഇത് പ്രശ്നമല്ല, ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നു, വലിയ വലിയ ആൾക്കാരെ പോലല്ലേ അതിൻ്റെ തലപ്പത്ത്. അതിപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇങ്ങൾക്കറിയാലോ എന്നുള്ള തന്നെ ഒരു നമ്മളെ പിടിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ചിലപ്പോൾ ചില ഉസ്താദന്മാരൊക്കെ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ മുസ്തഫയ്ക്ക് അറിയാലോ എന്നൊക്കെ പറയും, ചിലപ്പോൾ അറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ ചെയ്യുക, അത് അങ്ങനത്തെ ഒരു വിഷയക്കാരം, അത് നമ്മൾ ചാക്കിലിടാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയരുത്, എന്നോട് പറയരുത്. ഏതായാലും ഒരു പോയതൊരു സുഖമില്ലാത്ത അവസ്ഥയിലാണ്. ഇയാൾ എന്ത് മനുഷ്യനാന്നുള്ളതൊക്കെ നമ്മൾ സഹകരിച്ചില്ല എന്നുള്ള. ഇപ്പം ഇങ്ങനെ വാർത്ത വരുന്നു, അവിടെ പൊളിഞ്ഞു ഇവിടെ പൊളിഞ്ഞു പറഞ്ഞിട്ട് അതേ വിഷയം. പൊളിഞ്ഞിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയല്ല, നമ്മൾ കൊടുക്കുവേ. നമ്മൾ പറഞ്ഞുകൊണ്ട് അറിയില്ലേ, നമ്മളെടുത്തേക്കല്ലേ വരിക, ചോദ്യം വരിക, നല്ലോണം ശ്രദ്ധിച്ചോളി. നല്ലൽക്ക് ഇങ്ങനെ പോകുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ തോന്നും, കുറച്ചും കൂടി അങ്ങനെ ആക്കണം, കുറച്ചും കൂടി ഇങ്ങനെ, അങ്ങനെ കടന്നുറങ്ങാൻ സുഖമില്ലാത്തൊരവസ്ഥയ്ക്കണം. നല്ല റാഹത്തിൽ പോയേക്കാറ്, അപ്പം അതിമോഹേക്കാറ്, എന്നിട്ട് കൊക്കിലൊതുങ്ങാത്ത കൊത്ത്, അവസാനം എല്ലാം നഷ്ടപ്പെടും. വീടും വാഹനം സർവ്വം മാനക്കേട് വരെ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, കരാറ് പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതേ വന്ന് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും. പിന്നെ നമ്മുടേതല്ലാത്ത, ഞാൻ ഇപ്പോൾ ഇതാ വരുന്നിട്ടോ എന്നാണ് നമ്മൾ കരാറ് ചെയ്തു, നമ്മൾ പോരുമ്പോൾ വണ്ടീൻ്റെ ടയർ പൊട്ടി, അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞു, അല്ലെങ്കിൽ റോഡ് ബ്ലോക്കായി, കാറ്റടിച്ചാണ് മരം വീണ് കാണും, അത് പ്രശ്നമില്ല, നമുക്ക് കുറ്റം കിട്ടൂല. പക്ഷേ നമുക്കിതൊന്നും പൂർത്തിയായി യാതൊരു അതിനെപ്പറ്റിയൊരു ഐഡിയ ഇല്ലാതെ നമ്മൾ എന്തിനെ ഏൽക്കാൻ നിൽക്കണം വെറുതെ. ഈ കരാറ് പാലിക്കുക, അല്ലെങ്കിൽ നേരെ കാപ്പട്ടിയായിട്ട് മാറും. ആയത്തുൽ മുനാഫിഖ് എന്ന് പറഞ്ഞ മുനാഫിക്കിന്റെ അടയാളം പറഞ്ഞോട് തന്നെ ഒന്ന് നബി കാണുന്നത് എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഇതാ വഅദ ഖലഫ, ഒരു കരാറ് ചെയ്താൽ അത് ലംഘിക്കും. വഇദ ഉതുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചിക്കും. വഇദ ഹദ്ദസ കദബ, തൊള്ള തുറന്നാ നുണ പറയും. ഇത് മുനാഫിക്കിന്റെ അടയാളം. വഇദ ഖാസമ ഫജറ, തർക്കിച്ചാൻ അനാവശ്യം പറയും. കാപ്പട്യത്തിന്റെ അടയാളാണ് മുനാഫിക്കിന്റെ. അങ്ങോട്ട് നബി ഓതാണ് ഏത്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിക്കീങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ്.
അതിന് നമ്മൾ ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചിങ്ങനെ നോക്കും ചില ആൾക്കാർ, ഇങ്ങോട്ട് എനിക്കുണ്ടോ നോക്കാൻ വേണ്ടി, എൻ്റെ സമാധാനം നഷ്ടപ്പെടും. അങ്ങനത്തെ അലാമത്തുകൾ. എന്നാ ഇത് പയക്കാത്ത അലാമത്താ. ഏത്? മുനാഫിക്കിന്റെ അലാമത്ത് പറഞ്ഞെടുത്ത് വളരെ കറക്റ്റാണല്ലോ. തൊള്ളർന്നാന്നാണ് അറിയാം. തർക്കിക്കാൻ നിന്നാ അപ്പോ പൂര തെറി വരും, അനാവശ്യം മാത്രം വരും. അതൊക്കെ മുനാഫിക്കിന്റെ അടയാളാണ്. വാക്ക് പറഞ്ഞാൽ ലംഘിക്കും, വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് എന്ത് ചെയ്യും? അതില് പിന്നെ ലംഘനം കാണിക്കാം. അപ്പൊ ഈ ആയത്തിലൂടെ തുടക്കം തന്നെ അള്ളാഹു പറയാണ്, മാഇദ സൂറത്ത് തുടങ്ങേണ്ട തന്നെ സത്യവിശ്വാസികളെ. അപ്പൊ നമ്മൾ ഈ വിഷയം മറക്കൂല. വല്ലാത്തൊരു തുടക്കമായി അറിയില്ല. എപ്പോഴും മനുഷ്യൻ തമ്മിൽ ഐക്യം സ്നേഹം നിലനിൽക്കാൻ എന്ത് വേണം? വാക്ക് പാലിക്കണം, കരാറ് പാലിക്കണം. അതാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പാലിക്കണം, അത് പൂർത്തിയാക്കണം. എന്നിട്ട് പിന്നെ പറയുന്നത്, ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം. ആട്, മാട്, ഒട്ടകം, അതിനാണ് അൻആം അറിയാം കേട്ടോ. ബഹീമത്ത് തന്നെ എല്ലാം പെട്ടു, എല്ലാ മൃഗങ്ങൾക്കും ബഹീമത്ത് അറിയാം. അൻആം എന്ന് പറഞ്ഞാൽ ആടും മാട് ഒട്ടകാണ്. ആട്, മാട്, ഒട്ടകങ്ങളടക്കമുള്ള ജീവികളെ, ആ മൃഗങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു ഭക്ഷണമായിട്ട്. ആടും മാടും ഒട്ടകം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഭക്ഷണമായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പ്രത്യേക ഉദ്ദേശം അതാണെന്നുള്ളതാണ്. കോഴിയും കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. ബഹീമത്തില് എല്ലാം പെട്ടും. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞു. അപ്പൊ പ്രധാനമായിട്ട് ഏതാ വരുന്നത്? ആടും മാടും ഒട്ടകമാണ്. ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഗതിയാണത്. ഇത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ ചിലത് ഒഴിവാക്കുന്നുണ്ട്, വിശദമായിട്ട് വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത്, അപ്പൊ നമ്മൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് അത് മാംസാകട്ടെ, പഴങ്ങളാകട്ടെ, അതുപോലെ തന്നെ പച്ചക്കറികളാകട്ടെ, ഏതാണെങ്കിലും റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മളിപ്പോ ഈ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാല് നമ്മളൊക്കെ അവസ്ഥ എന്താ അറിയങ്ങള്? നല്ല നമ്മുടെ ഹിതം പോലെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് ഇനി രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ എക്സസൈസ് എങ്ങനെ ചെയ്യണം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാല് ലോകത്തിന്റെ പല ഭാഗത്തും ജീവൻ നിലനിർത്താൻ എന്ത് ചെയ്യണം? ഇപ്പോ ഡൽഹിയിൽ മ്യാൻമറിൽ നിന്ന് കുടിയേറി പാർത്ത നമ്മുടെ ആളുകളുടെ ക്യാമ്പുകളില് ഭക്ഷണം വളരെ കമ്മിയാണ്, വെള്ളം. അവരാണ് ടൗൺ ഏരിയകളിലൊക്കെ നമ്മളെ കുട്ടികൾ ഇങ്ങനെ പോയി ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മറ്റൊക്കെ ഒഴിവാക്കുന്ന തക്കാളിയും കാബേജ്, തക്കാളി അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയതെടുക്കുകയാണ്. ഗസയിലെ അവസ്ഥ പല വീഡിയോസുകൾ പുറത്തു വരുന്നുണ്ട്. പല സന്നദ്ധ പ്രവർത്തകരും മറ്റോടെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഗസയിലെ ആളുകൾ, കുട്ടികളടക്കം ക്യൂ നിൽക്കുന്നതും അതിനുള്ളൊരു തിരക്കുണ്ടില്ലേ പാത്രത്തിൽ. എന്താ ആകെ എന്തോ ഒരു ചെറിയൊരിതും കുറച്ച് കറിയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് അങ്ങനത്തെ വീഡിയോസുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. കാരണം നമ്മൾ എത്ര ഉണ്ടാകാതെ വേണ്ട, അത് വേണ്ട, ഒരു 4 ആളുണ്ടെങ്കിൽ 4 ഐറ്റംസ് വേണം. സൗകര്യം ഉണ്ടായതുകൊണ്ട് തോന്നുകയാണ്. അല്ലെങ്കിൽ ഒരൊറ്റ ഫുഡുമ്മ ഒതുക്കും, ഏതാണെങ്കിലും ഇഷ്ടപ്പെടും, എത്ര വേണ്ട പറഞ്ഞാലും. വിശപ്പ് വളരെ പ്രധാനമല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ അത് നല്ല രീതിയിലാക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല അങ്ങനെ സംവിധാനിച്ചതാണ്. ഭക്ഷണം നിർബന്ധമാണ്. അപ്പൊ നല്ലതാണ് കഴിക്കേണ്ടത്. അത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് 4 മൃഗങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അതിന് കഴിച്ചോളി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഖുർആനിൽ പിന്നെ അല്ലാഹു തആല വേറൊരു ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ ആയത്തില് 26-ാമത്തെ പേജില് 176 ആയത്തില് ഇങ്ങനെ പറയുന്നുണ്ട് ഈ വിഷയം. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന്, ഉദാത്തമായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ. വഷ്കുറൂ ലില്ലാഹ്,
അള്ളാഹുവിനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവന് മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലതെന്നേ തിന്നാവൂ. നോക്കി നിങ്ങൾ ആ പോയിന്റ് അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്നാണ്. കാരണം മനുഷ്യന് ഭക്ഷണം വേണ്ടി വരും. എങ്ങനെങ്കിലും വാരി വരച്ച് ഹറാമ് പോകരുത്. പിന്നെ നല്ലതിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല ഐറ്റംസ് തിന്നേണ്ടിയതാ. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് പഴങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത്, ഒരുപാട് സവിശേഷതകളുള്ളത് ഏതൈകാരം? അത്തിപ്പഴൈകാരം. ഖുർആൻ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞല്ലോ, വത്തീൻ, അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം. മലബന്ധത്തിന്റെ പ്രശ്നം പറ്റപ്പം കൊടല് ശരിക്ക് ശുദ്ധിയാകാൻ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന, അലോപ്പതിയിൽ നിർദ്ദേശിക്കുന്നത് പോലെ ഏതാണ് ഡോക്ടർമാർ പറയുന്നത്? അത്തിപ്പഴം നല്ല കഴിച്ചുകൊണ്ടിരിക്കും. മരുന്നൊക്കെ തരുമ്പോഴും ഏറ്റവും നല്ല മരുന്ന് ഏതാണ്? നല്ല അത്തിപ്പഴമാണെന്നാണ്. കൊടല് ശുദ്ധിയാകാൻ, ചർമ്മത്തിലെ പ്രശ്നങ്ങൾ ഒരു തിളക്കം കിട്ടാൻ തിന്നണ്ട് അത്തിപ്പഴമാണ്. പക്ഷേ നമുക്കിപ്പോ ഇങ്ങനെ അത്തിപ്പഴം അങ്ങനെ വാങ്ങാൻ കഴിയില്ല. അത്രക്കും വിലയാണ് നല്ല അത്തിപ്പഴത്തിന്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നും അത്തിപ്പഴം കൊണ്ട് വെറും അത്തിപ്പഴം മാത്രം കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഫെരിയിൽ 10 ആളുണ്ടെങ്കിൽ ഈ 2 അത്തിപ്പഴം ഒരു ദിവസത്തിന് എന്നാൽ തന്നെ ഒപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അത്തിപ്പഴം. ഗർഭിണികൾക്ക് ഏറ്റവും നല്ല സാധനമാണ് ഏത്? അത്തിപ്പഴം. ഗർഭിണികൾക്ക് ആർത്തവത്തിൽ നിന്ന് വിരമിച്ച ഉടനെ ഇന്ന് ഡോക്ടേഴ്സ് പറയുന്നത് പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട ഒന്ന് അത്തിപ്പഴമാണ്. ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണ് ഏത്? ഈ അത്തിപ്പഴം എന്ന് പറയുന്നത്. ഒരുപാട് രോഗം. അതുപോലെ തന്നെയാണ് ഒലീവ്. ഒലീവ് കിനാവ് കാണൽ പോലും ഹദീസിൽ വലിയ പുണ്യമായിട്ടാണ് പറയുന്നത് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ. ഒലീവിന്റെ ഇല പറിക്കുന്നത് കിനാവ് കണ്ട ഉറുവത്തുൽ വുസ്ഖയിൽ പിടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അന്ന് കിനാവ് കണ്ടിട്ടില്ല. മൂച്ചിന്റെ ഇലയൊക്കെ കാര്യം ചിലപ്പോൾ നമ്മൾ കാണാം. നമുക്ക് മൂച്ചും കിനാവൊക്കെ കൂടുതലുള്ളത്. ഒലീവിന്റെ ഇല പറിക്കുന്നത് കിനാവ് കണ്ടാൽ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഉറുവത്തുൽ വുസ്ഖ, ഉറപ്പേറിയ കയറിൽ പിടിച്ചോളിയാണില്ല. അതാണ് ഒലീവ് കഴിക്കുന്നത് ഒരാൾ സ്വപ്നം കണ്ടാല് ഓന് സ്വാലിഹായ കുട്ടി ജനിക്കുന്നതാണ് അതിന്റെ അടയാളെന്ന് ഹദീസിലുണ്ട്. സ്വപ്നത്തിൽ കുറെ കാര്യങ്ങളുണ്ട്, അതിൽ നല്ല നല്ല അടയാളങ്ങൾ കാണുന്നുണ്ട്. അപ്പോ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് പറഞ്ഞാല് നല്ല ക്വാളിറ്റി സാധനം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. വില ഉള്ളതും നമ്മളെ കാഴ്ചയിൽ വില ഇല്ലാത്ത സാധനമാണ് ഇപ്പൊ ഏത് ചക്ക. ചക്ക ഭയങ്കര സംഭവം. ക്യാൻസറിന് മരുന്നാണ് ചക്ക എന്നാണ് ഇപ്പൊ പുതിയ പഠനങ്ങൾ. നമ്മളിപ്പോ ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ കാരണം ചക്ക കൂട്ടാൻ. ഞങ്ങള് നാട്ടില് ഇങ്ങനെ നമ്മളെ ഖുർആൻ ക്ലാസിന്റെ കീഴിൽ റിലീഫ് കൊടുക്കലുണ്ട് നല്ല പാവങ്ങൾക്ക്. അപ്പോ മകൻ ജയിലിലായ ഒരു ഉമ്മ ഉണ്ട്. മകൻ മാത്രം രാഷ്ട്രീയം ജയിലിലാണെന്ന് പറഞ്ഞു. അപ്പോ ഒരു മാസം മുമ്പ് പോയിന്. അപ്പൊ ഉമ്മ കുറേ കരഞ്ഞു. അപ്പോ ഈ മിഞ്ഞാന്ന് ഒന്നും കൂടി പോയി ആ ഉമ്മാന്റെ അടുത്ത്. സാമ്പത്തികമായിട്ട് വിഷമം ഉണ്ടാവും, എന്തെങ്കിലും കൊടുക്കാറില്ല. അപ്പൊ ചെല്ലുമ്പോൾ അവിടെ ചക്കക്കൂട്ടം ഉണ്ടാക്കാം. അവിടെ പുറത്തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ആ തിണ്ടുമ്പോ അങ്ങനെ ഇരുന്നിട്ട് ഉമ്മ ചക്കൂട്ടം. അപ്പൊ നമ്മൾ ചെല്ലുന്നത് നമ്മൾ ഈ പൈസ കൊടുത്തപ്പോ പെരും കരച്ചില്, സങ്കടം ഒക്കെ പറഞ്ഞ് വരികയാണ്. നമ്മളിത് വാങ്ങേണ്ടി വന്നല്ലോ. അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഇങ്ങളെന്താ ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊരു ചക്കച്ചൊള്ളാട്ടിക്കാണ് പറഞ്ഞു. ഞാൻ അതിലെ കരച്ചിലയിലേ പോയത് വേണ്ടിയില്ല. വേഗം ചക്ക വന്ന് ആ വിളഞ്ഞൊക്കെ കളഞ്ഞുകൊണ്ട് ഒരു ചൊളക്കണ തന്നു. നമ്മളത് തിന്നായിരിക്കും, മടിയാട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ഭയങ്കര സന്തോഷമായി. പാവം. നമ്മൾ ഒരു കൂട്ടാനും ഇല്ലെങ്കിലാണ് ചക്കമ്മക്ക് എടുക്കുക. അത്തിപ്പറ്റ എപ്പോഴും പറയണ്ടാണ് ചക്കന്റെ കാര്യം. ഇപ്പോ വൈദ്യശാസ്ത്രം വരാൻ തുടങ്ങി. ഞങ്ങളെ പഞ്ചായത്തിൽ ചക്ക കൊണ്ട് 100 കണക്കിന് ഐറ്റംസ് ഉണ്ടാക്കി. മത്സരം കൂട്ടാനേ വെറും ചക്ക. ഇതൊന്നും വല്ലാതെ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പിന്നെ പള്ളിക്കലൊന്നൊരു മുദരിസൊന്നും അല്ലാത്തോണ്ട് ഇറക്കടില്ല. മുദരിസൊക്കെ കഴിക്കാണ്ട് അവിടെ വനിതാ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞ എല്ലാ ദിവസവും ചക്ക കയറാം. പൂതിയാണ് ഇതായി. അങ്ങനെ ഉണ്ടല്ലോ ഒരു കൂട്ടാനെ പറ്റി പറഞ്ഞാല്. അപ്പൊ അത് പോട്ടെ. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നല്ല ഫുഡ് കഴിച്ചോളി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഹലാലായത് കഴിച്ചോളി എന്നാണ്. അപ്പോൾ മാഇദ സൂറത്തിൽ അല്ലാഹു തആല പറയാണ്, കരാറിനെ പറ്റി പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് നാൽക്കാലി മൃഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ആട്, മാട്, ഒട്ടകം അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നതാണ്. പണ്ട് കാലത്തൊക്കെ കാര്യമായിട്ടും ഉപജീവനത്തിന്റെ ഒരു വഴി അതായിരുന്നു. പിന്നെ നമ്മൾ ഏത് ഫുഡാണെങ്കിലും അവിടെ നമ്മൾ ചേർത്തി വായിക്കേണ്ടെന്ന് അറിയങ്ങൾ ഇതിനോട് ചേർത്തി വായിക്കേണ്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയ വിധങ്ങൾ ഒരിക്കൽ പറഞ്ഞു. അത് താക്കോലാണ്.
സ്വർഗത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, അത് സ്വർഗത്തിന്റെ താക്കോലാണെന്ന്. ആ സ്വർഗത്തിന്റെ താക്കോലിന് പിന്നെ ഒരു 4 പല്ലുകളാണ് നബിതങ്ങൾ നിർദ്ദേശിച്ചത്. അതിലൊന്ന് ഈ ആഹാരം. സങ്കല്പിക്കാനാ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് സ്വർഗത്തിന്റെ താക്കോലാണ്. പക്ഷേ ഈ താക്കോലാവുമ്പോൾ അതിൽ 4 പല്ലുകളാണ് ഹദീസിൽ കാണുന്നത്. നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് നമ്മളെ ഇതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മളെ ദീന്, അതായത് നമ്മളെ സ്വർഗത്തിലെ ഇന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസം കൊണ്ട് എനിക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടണമെങ്കിൽ എന്നിൽ 4 കാര്യങ്ങൾ വേണമെന്നുള്ളതാണ് ഓരോരുത്തരും. ഒന്ന്, ഇത് ലിസാനാണ്, ഇത് ഖൽബാണ്, ഇത് ബത്തുനാണ്, ഇത് ജവാരിഹ് എന്ന് പറയും. ഇനി അതിന്റെ വിശദീകരണം എന്താ വെച്ചാല്, ലിസാൻ എന്ന് പറഞ്ഞാല് ലിസാനുൻ ദാക്കിറുൻ. നോക്കൂ, ലിസാനുൻ ദാക്കിറുൻ. ക്ലിയറാ? ഇതിവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടോ. അതായത് ഒരു പല്ല് എന്ന് പറഞ്ഞാല് ഒരു മൂമിനായ മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ അവന്റെ ലിസാന് അതെന്താണ്, നാവ് എന്താണെന്നറിയോ? ദാക്കിർ, ദിക്ർ ചൊല്ലുന്ന നാവാകണം. മാത്രല്ല ത്വാഹിറുൻ മിനൽ കദിബി വൽ ഗീബാന, കളവ് ഗീബത്ത് അത് രണ്ടുണ്ടാകരുത്. അപ്പൊ കളവും ഉണ്ടാവരുത്, ഗീബത്തും ഉണ്ടാകരുത്. അത് രണ്ടും ഇല്ലാതെ ശുദ്ധീകരിക്കപ്പെട്ട നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്ന ഒരാള്, ഓന്റെ ദിക്ർ അങ്ങനെയാണ്. അപ്പൊ ഓന്റെ നാവ് ക്ലിയർ ആണ്. രണ്ടാമത്തത് ഖൽബാണ്, അതായത് ഖൽബുൻ ഖാശിഉൻ, ഭക്തിയുള്ള ഹൃദയം. ത്വാഹിറുൻ മിനൽ ഹസദി വൽ ഖിയാന, അസൂയ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ വഞ്ചന കാര്യങ്ങളൊന്നും ആസൂത്രണം ചെയ്യാത്ത ഹൃദയത്തിന്റെ ഉടമ. പിന്നെ പറയുന്നത് ബത്തുനാണ്, മൂന്നാമത്തത്. അതാണ് നമ്മുടെ വിഷയം. ബത്തുന് എന്ന് പറഞ്ഞാൽ ബത്തുനുൻ ത്വാഹിറുൻ മിനൽ ഹറാമി വശുബ്ഹതി, അതായത് ഹറാമായ ആഹാരം ഓന്റെ വയറ്റിന്റെ അകത്തുണ്ടാകരുത്, ഹറാമും ഹലാലും കലർന്നതും ഓന്റെ വയറ്റിന്റെ അകത്തുണ്ടാകരുത്. നാലാമത്തെ പല്ല് എന്ന് പറഞ്ഞാൽ ജവാരി. ജവാരി എന്ന് പറഞ്ഞാൽ കയ്യ്, കാല്, കണ്ണ്, കാത്, ഓന്റെ അവയവങ്ങൾ. ഇത് അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിക്കരുത്, അള്ളാഹ്ക്ക് അനുകൂലമായിട്ടാകണം. അപ്പൊ ഈ 4 പല്ലുകൾ ഇല്ലെങ്കിൽ ചാവി തുറക്കപ്പെടില്ല. നമ്മൾ ചാവിന്റെ പല്ലാണല്ലോ പ്രധാനം. അപ്പൊ നമ്മൾ ഒരു പല്ല് എന്ത് ചെയ്തു, ഒരു പിന്നെ രാഗിയിട്ട് മിനുസം കൂട്ടുക, അല്ലെങ്കിൽ നല്ലൊരു ഇരുമ്പിന്റെ കട്ടുകൊണ്ട് അടിച്ചിട്ട് പരത്തിയൊക്കെ ചെയ്താല് ആ ചാവി കൊണ്ട് വാതിലാണെങ്കിലും ഏതാണെങ്കിലും തുറക്കപ്പെടില്ല.
ഇങ്ങനെയാണ് കിതാബിൽ ഇതിന് ഉദാഹരണം പറയുന്നത്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ആ രണ്ടാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ അതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന ഒരു ആയത്ത് ഞാൻ അൽ-ബഖറ ഓതിയല്ലോ, നിങ്ങൾ നല്ലതെന്ന് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അതാണ്. എന്നാൽ ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കി നിങ്ങൾ, ഭയങ്കര പ്രശ്നമല്ലോ. നമ്മളെ കൽബ്, അത് എല്ലാം ഓരോന്നും പ്രധാനമാണ്. ഈ കൽബില് നമ്മളെ കൽബ് വളരെ ശുദ്ധിയാകണം എന്നാണ്. അതിനാണ് നമ്മളെ ദീനിന്റെ എല്ലാ കാര്യവും. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ സലാം വീട്ടും നോക്കി നിങ്ങൾ. ഈ നിസ്കാരത്തിൽ നമ്മൾ സലാം വീട്ടുമ്പോൾ അള്ളാഹുവിനായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു വിഷയമാണ് നിസ്കാരം. പക്ഷെ ആ സലാം വീട്ടിൽ നോക്കി, നമ്മൾ സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലയിൽ പെട്ടു, ഓൽക്കണ സലാം. ഇനി നമ്മളെ കാഴ്ചയിൽ അവിടെ ആരുമില്ല, എന്നാ മലക്കാളുണ്ട്. കാഴ്ചയിലുണ്ടെങ്കിലും മലക്കാളുണ്ട്. അപ്പൊ മലക്കാൾക്കാണ് സലാം. ഇത് ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയിൽ നിന്ന് പടച്ചവൻ വരുത്തിക്കാനുള്ള അങ്ങനത്തെ ഒരു സംവിധാനമുള്ളത്. നിങ്ങൾക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് മറ്റുള്ളവരോട് പറയണമെങ്കിൽ നല്ല കൽവിനെ കഴിയുള്ളൂ എന്നാണ്. അപ്പൊ ജിന്നുകള് മലക്കുകൾ എല്ലാവരും പെട്ടു. ഇപ്പുറത്തേക്ക് സലാം വിട്ടുമ്പോ അവിടെ ആരാ ഓൽക്ക് പെട്ടു. അപ്പൊ നമ്മൾ ജമാഅത്ത് നിസ്കാരാണെങ്കിൽ ഇമാമ് ആദ്യത്തെ സലാം വീട്ടുന്ന സമയത്ത് തന്റെ വലതുഭാഗത്തുള്ള മൗമൂമിങ്ങളെ ഉദ്ദേശിക്കേണ്ടത്. പിന്നെ അവിടെ മലക്കാൾ ആരൊക്കെയുണ്ടോ ഓൽക്കുണ്ട്. ഇങ്ങോട്ട് അടുത്ത് ഭാഗത്ത് രണ്ടാലൊന്ന് നേരെ ബാക്കിരിക്കണ്ടോ ഓൽക്കുണ്ട്. അങ്ങനെ ആവുമ്പോ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ സലാം അടക്കുമ്പോ ഓലെ രണ്ടാമത്തെ സലാം ഇമാമിനാണ്. മനസ്സിലായോ? ഇമാമിന്റെ വലതുഭാഗത്തുള്ളവര് സലാം അടക്കുമ്പോ രണ്ടാമത്തെ സലാം ഇമാമിന്റെ മടക്കല, ഇമാമിനാണ് പ്രധാനമായിട്ടും. ഇമാമിന്റെ ഇടത്തെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ ഒന്നാമത്തെ സലാമായിരിക്കും കാരണം ഇമാമിനാണ്. ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുകയാണ്. ഈ ഒരു സിസ്റ്റം എന്തുകൊണ്ടാണ് വരാൻ കാരണം? അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നതിൽ അവസാനിക്കുമ്പോൾ ഈ ഒരു സലാം പറയേണ്ട ഒരു സിസ്റ്റം വരാൻ തന്നെ കാരണം നമ്മൾ മറ്റുള്ളവരുള്ള ബന്ധം, ആ സ്നേഹം, അവിടെയൊക്കെ നമ്മളെ കൽവ് നന്നാക്കാനുള്ള പരിപാടികളാണ്. അങ്ങനെ ഓരോന്നിന്റെ സിറുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എല്ലാ കാര്യങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വിഷയം തന്നെ നോക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ എത്രമാത്രം നല്ലൊരു മനുഷ്യനായി മാറും. എത്ര നല്ലൊരു മനുഷ്യന് ഒരു അനുകരണീയ മാതൃക അവരിൽ നിന്നുണ്ടാവും. അതുകൊണ്ടാണ് എല്ലായിടത്തും നിങ്ങൾ നല്ലതെന്ന് കഴിക്കണം. ഇതാണ് ഈ ഹലാൽ ഫുഡ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും അല്ലാതെ വിലക്ക് പ്രചരിപ്പിക്കുന്നത് പോലെ അത് തുപ്പിയിട്ട് കൊടുക്കലാണ്. വെറുതെ ഓരോന്ന് പറയാനുള്ള മന്ത്രിച്ചിട്ടുണ്ടാവും ചിലപ്പോ. നമ്മളിപ്പോ നല്ല നല്ല എല്ലാവർക്കും മന്ത്രിച്ചു കൊടുക്കണില്ലല്ലോ, ആവശ്യമുള്ളവർക്ക് ചിലപ്പോൾ നല്ല മനുഷ്യന്മാർ മന്ത്രിച്ചു കൊടുക്കുന്നുണ്ടാവും. അതൊക്കെയാണ് എന്ത് ചെയ്ത് വ്യാജമായി ചിത്രീകരിച്ച്. ഹലാൽ ഫുഡ് പറഞ്ഞാൽ നമ്മളെ ഇപ്പം നമ്മളൊരു ഹോട്ടലാണെങ്കിൽ അതിന്റെ മൂലധനം വരെ നമുക്ക് നല്ലതാണോ? ഒരു ബസ്സാണെങ്കിൽ അതും തീറ്റന്റെ കാര്യം മാത്രമല്ല, ഒരു വാഹനമാണെങ്കിൽ ഒക്കെ നമ്മളെ വരുമാനം നല്ലതിൽ നിന്നാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇറക്കേണ്ടത് എന്നുള്ളതാണ്. അതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് ഇതിൽ പറയുന്നത്. നോക്കൂ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാം. അപ്പോ അല്ലാഹു തആല പറയാണ് ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം. അപ്പൊ നിങ്ങൾക്ക് നോക്കൂ, 4 കാലി മൃഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാമാ യുത്ലാ അലൈക്കും, നിങ്ങൾക്ക് ഓതപ്പെടുന്നതൊഴികെ. അതായത് ഇനി ശേഷം ചിലതൊക്കെ അരുത് എന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ തിന്നണ്ട കേട്ടോ. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് പാടില്ല എന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ ഉപയോഗിക്കരുത്. എന്നിട്ട് പറയാണ് ഈ പാടില്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലാഹു തആല പറയാണ്. ഗൈറ മുഹില്ലി സ്വൈദി വ അൻതും ഹുറും. അല്ലാഹു പറയാണ്, നോക്കൂ, നിങ്ങൾ ഇഹ്റാം ചെയ്തിരിക്കെ നിങ്ങൾക്ക് എന്തല്ല വേട്ട നിങ്ങൾ അനുവദനീയമാക്കരുത്. ഈ പിന്നെ പണ്ട് കാലത്തൊക്കെ പ്രത്യേകിച്ചും നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ എന്ത് ചെയ്തു, വേട്ടയാടുക എന്ന് പറയും. ആടുകളെ ഒറ്റക്ക് പിടികൂടും. പക്ഷേ നിങ്ങൾ ഹജ്ജിനോ അതല്ലെങ്കിൽ ഉംറക്കോ ഇഹ്റാം ചെയ്ത ഒരവസ്ഥയിലാണെങ്കിൽ ആ സന്ദർഭത്തിൽ എന്താകരുത്, നിങ്ങൾ വേട്ട അനുവദീയമാക്കരുത്, അത് പറ്റൂല. അതാണ് പറയുന്നത്. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്,
തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചത് വിധിക്കുന്നതാണ്. അള്ളാഹ് ഉദ്ദേശാണ് വിധിക്കുക. അതിൽ വലിയൊരു പോയിന്റ് എന്താ വെച്ചാല്, നിങ്ങൾക്ക് പന്നി പാടില്ല എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളിങ്ങനെ എന്തുകൊണ്ടായിരിക്കും അത് അറിയാതെ ഞാനത് അംഗീകരിക്കൂല എന്ന് പറയരുത്, അന്വേഷിക്കാം. കാരണം അല്ലാഹു തആല ഒരു കാര്യം നമുക്ക് നിങ്ങളത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടാവും. ഹിക്മത്ത് തിരിഞ്ഞിട്ടേ ഞാനത് ചെയ്യൂ എന്ന് പറയരുത്. അള്ളാന്റെ കൽപ്പനയാണ്. അവന്റെ ഹിതം പോലെ അവൻ തീരുമാനിക്കും. അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. കാരണം ചിലതിനൊന്നും നമുക്ക് അങ്ങനെ ഹിക്മത്ത് കണ്ടോളുന്നില്ല. ചില ഹാമലുകൾക്കൊക്കെ ഭയങ്കര കൂലിയും അത് ചെയ്യാൻ ഭയങ്കര റിസ്കും ആയിരിക്കും. ഉദാഹരണത്തിന് ഹജ്ജ് എത്ര ഇടങ്ങേറുള്ളൊരു കാര്യമാണ്. എന്നിട്ട് നമ്മളവിടെ ഇടങ്ങേറായി ചെയ്യേണ്ട എന്താണ്, ചെന്നിട്ട് സഫാ മറവിന്റെ അടിയിൽ കൂടി ഇങ്ങനെ നടക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു 7 നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 കിലോമീറ്ററിലധികം നടന്ന പോലെ ഇതിനെങ്ങനെ ഇടങ്ങാറാണെന്ന് വെച്ചാൽ അത് ചെയ്തോളണം. അള്ളാന്റെ കൽപ്പനയാണ്. അതാണ് നമുക്കതിൽ യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹ് കൽപ്പിച്ച ഒന്ന് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് നാശം ഉണ്ടാക്കുന്നാവോ? ഇല്ല. അവിടെയുള്ള നോക്കണ്ടത് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ നമ്മുടെ സമ്പത്തിനോ നഷ്ടം വരുത്തുന്ന അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. അതൊന്നുമില്ല. പിന്നെ കുറച്ച് റിസ്ക് ഇല്ലാതെ ഒരു സംഗതി നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ലല്ലോ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിനെ നമ്മളൊരു IAS ഓഫീസറാക്കാൻ വേണ്ടിയുള്ള പഠനം ഓന് കൊടുക്കാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ അളവിനെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓന് ചിലപ്പോൾ അക്ഷരങ്ങൾ പഠിക്കാൻ തന്നെ കുറച്ച് റിസ്ക് ഉണ്ടാവും. അങ്ങനെ പോകാൻ മടിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് വേഗം വണ്ടി കയറൂല. അതില്ലാതെ കൂടാതെ കഴിയില്ലല്ലോ. ഇപ്പൊ നമുക്കിപ്പോ നല്ല ഈ മടിയും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ സുബൈക്ക് കടന്നുറങ്ങാൻ നല്ല സുഖമായി കയറാം. അപ്പൊ ജമാഅത്തിന് പോയാൽ ഭയങ്കര കൂലിയായിരിക്കും. ശരീരം അത് വെച്ചോളന്നില്ല, ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ടില്ലാതെ ഒരു കാര്യം നമുക്ക് കിട്ടൂല. ആർമിയിലൊക്കെ നോക്കി നിങ്ങൾ എത്ര കഠിനാണ് അവരുടെ ട്രെയിനിങ്, എന്തെത്ര ഇടങ്ങാറായി പോകുന്നത്. കഴിച്ചിലായി കിട്ടിയാൽ പിന്നെ നല്ല സുഖമാണ്. ജീവിതത്തിന്റെ നല്ല സമയത്ത് തന്നെ ആ ജോലിയിൽ നിന്ന് വിരമിക്കാം. പിന്നെ ഒരു അംഗീകാരമാണത് ഔദ്യോഗികമായിട്ട്. മാത്രമല്ല നല്ല വരുമാനം പിന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊക്കെ വിചാരിച്ചിട്ടുള്ള ആ ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടത്. അത് നേരെ തിരിച്ച് ഈ ഭാഗത്തിന് വെച്ചാൽ മതി. നമ്മളങ്ങനെ കളിയാക്കി ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ചെയ്യുന്നത്, എന്തിനാ അങ്ങനെ നിയമങ്ങൾ. ഇപ്പൊ നിയമങ്ങളൊന്നും റബ്ബിന്റെ നിയമങ്ങളൊന്നും അംഗീകരിക്കണ്ട, ബാക്കിയൊക്കെ അംഗീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലമുള്ളപ്പോ രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ എല്ലാവരും അംഗീകരിക്കണം. അള്ളാഹു വെച്ച നിയമങ്ങൾ അതിനെ കളിയാക്കാനായിട്ട് കുറെ ആളുകളുണ്ട്. എന്തിനാണ്? അതാണ് ഇവിടെ അള്ളാഹ് പറയുന്നത്, അള്ളാഹ് ഉദ്ദേശിച്ചത് അവൻ വിധിക്കും. ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുഹില്ലൂ ശാഇറല്ലാഹ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും അനാദരിക്കരുത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും അനാദരിക്കാൻ പാടില്ല, ആദരിക്കണം എന്നവൻ. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്നൊരായത്തിൽ പറയുന്നുണ്ട്. സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നമാണ്, അതിനെ ആദരിക്കണം എന്നാണ്. അതുപോലെ ഒരുപാട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ബാങ്ക്. ഉത്തർപ്രദേശിലൊക്കെ ഇപ്പോൾ പലയിടത്തും ബാങ്ക് വിലക്കിയിട്ടുണ്ട്. ലൗഡ് സ്പീക്കറിലൂടെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ ഒരു മൊട്ടടിച്ച ഒരാളുണ്ടല്ലോ, അയാളാണ് ഇവിടുത്തെ ഭരണാധികാരി. എന്താ ചെയ്യുക, വിമാനം പിന്നെ പറപ്പിക്കാൻ വേണ്ടി ഓട്ടോ ഡ്രൈവറെ ഏൽപ്പിച്ച മാർക്കാണ് അയാളെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത്. എന്താ കാട്ടേണ്ട അറിയില്ല. കുരങ്ങന്റെ അടുത്ത് പൂമാല കിട്ടിയമാർക്ക് അറിയില്ല. നോക്കുങ്ങൾ അവിടെയാണെങ്കിലോ കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എടുത്തു നോക്കിയാൽ അത്ര മുസ്ലിങ്ങൾ മാത്രമല്ല, 3.25 കോടി മുസ്ലിങ്ങളുള്ള നാടാണ്, സംസ്ഥാനമാണ് UP. അവിടെയാണ് ഇപ്പോ ഈ ജാതി കളികൾ നടക്കുന്നത്. നമ്മളൊക്കെ എത്ര സുഖത്തിലറിയങ്ങൾ. എന്താ ചെയ്യാ, ഇന്ത്യയിലാണിത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ട ഒന്നാണ് ബാങ്ക്. നമുക്കെന്നെ അറിയാലോ. നമുക്ക് അതിന്റെ മഹത്വം വല്ലാതെ അറിയാത്തോണ്ടാ. അറിഞ്ഞിരുന്നെങ്കിൽ നബിതങ്ങൾ പറഞ്ഞത് ആളുകൾ എന്ത് ചെയ്യും, തിരക്കൂടും. ഞാൻ കൊടുക്കാറുണ്ട്. അവസാനം നറുക്കിടേണ്ടി വരും, കച്ചറ ഒഴിവാക്കാൻ. അത്രക്കും മഹത്തായ ഒന്നാണ്. അത് അള്ളാന്റെ ചിഹ്നമാണ്. അങ്ങനെ പള്ളികൾ അള്ളാഹുവിന്റെ ചിഹ്നമാണ്.
അള്ളാഹുവിന്റെ ചിഹ്നം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആദരിക്കേണ്ടത്. അള്ളാഹു തആല പറയാണ്, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? വലശഹ്റൽ ഹറാം, പരിശുദ്ധ മാസത്തെയും നിങ്ങൾ അനാദരിക്കരുത്. അവിടെ മാസത്തെയും എന്നാണ് പറഞ്ഞെങ്കിലും അവിടെ ഉദ്ദേശം എന്താ വെച്ചാല് 4 മാസങ്ങളാണ് അതുകൊണ്ട് പ്രത്യേകം ഉദ്ദേശിക്കുന്നത്. 4 പ്രധാനപ്പെട്ട മാസങ്ങൾ വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സൂറത്തിൽ പറയുന്നുണ്ട്. 36-ാം ആയത്ത് നോക്കി 192-ാമത്തെ ആയത്തിലാണ് അതിന്റെ വിശദീകരണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അതാണ് ഈ ആയത്തിൽ പറഞ്ഞ ഏത്? പിന്നെ അല്ലാഹു തആല പറയുന്ന വലശഹ്റൽ ഹറാം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അരികെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാന്റെ കണക്ക് പ്രകാരം ഒരു വർഷം മാസം 12 തൗബ സൂറത്തിൽ പറയണം. എന്നിട്ട് പിന്നെ പറയുന്നത് മിൻഹാ അർബഅത്തുൻ ഹുറും, അതില് 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. അതേതൊക്കെ വെച്ചാൽ ദുൽഖഅദ് മാസം, ദുൽഹിജ്ജ മാസം, മുഹറം മാസം, അതുപോലെ റജബ്. ഈ 4 മാസങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, അല്ലാഹു തആല പറയാണ്, സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. വലശഹ്റൽ ഹറാം, നിങ്ങൾ പരിശുദ്ധ മാസത്തെ നിങ്ങൾ അനാദരിക്കരുത്. ഈ ഒരു പോയിന്റ് മനസ്സിലായിക്കോളി. ഈ വലശഹ്റൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലാഇദ വലാ ആമീനൽ ബൈത്തൽ ഹറാം എന്ന് തുടങ്ങുന്ന ഭാഗം അത് മൻസൂഖാണ്. മൻസൂഖ് പറഞ്ഞാല് അതിലെ ആശയം ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദുർബലപ്പെടുത്തിയ ആയത്ത് ശേഷം വരുന്നുണ്ട്. അതായത് ഓതുമ്പോ ഒരേ കൂലിയാട്ടോ. എന്നപ്പോ അങ്ങനെയാണ് ഉസ്താദെ, അത് അവിടെ നിന്നിട്ട് കറുത്ത വരട്ടൂടെ അല്ലെങ്കിൽ ചുരണ്ടാൻ പറ്റുമോ? ഇല്ലല്ല, അത് ഖുർആൻ തന്നെ. അത് മറ്റുള്ള ആയത്തുകളുടെ അതേ മഹത്വം അതിനുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞ ആശയത്തെ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഏതില്ല? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശആയിറല്ലാഹ് ക്യാൻസൽ ആക്കിയിട്ടില്ല, മൊത്തത്തിൽ പോയില്ല. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് എന്നാണ്. മറ്റിന് ഞാൻ കാരണം പറഞ്ഞത് എന്താ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. അള്ളാഹിന്റെ ചിഹ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കണം. അതാണ് നമ്മൾ പള്ളിന്റെ മുന്നിലൊക്കെ എത്തുമ്പോൾ ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത്. നമ്മളെ ആൾക്കാർക്ക് അത് അറിയില്ല. ഹൈന്ദവ സഹോദരങ്ങൾ വരെ ഇപ്പൊ നമ്മളെ പള്ളീന്റെ മുന്നിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഒരു മണക്കത്തൊന്ന് അയച്ച് ഉറക്ക സംസാരിക്കാതെ ഒക്കെ പോകും. നമുക്കത് എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടാണാവോ അറിയില്ല. ഒരു അങ്ങനത്തെ ഇപ്പൊ നമ്മളെ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള മുമ്പ് വേൾഡ് കപ്പ് നടക്കുമ്പോ പള്ളീന്റെ മുന്നിൽ കുട്ടികൾ ബോർഡ് കൊടുത്ത് വെച്ചിട്ട് പള്ളിത്തെ കമ്മിറ്റിക്കാരെ എടുത്ത് വെച്ചല്ലോ. കാരണം നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യം കാണാൻ ഈ ഫ്ലക്സാണ്, വലിയ ഫ്ലക്സ്. അപ്പൊ കമ്മിറ്റിക്കാരെ എടുത്തുവെച്ചു. അപ്പൊ എടുത്തുവെച്ചപ്പോ എല്ലാ ഫാൻസാരും കൂടിയിട്ട് പള്ളിയൊക്കെ ഒരു പ്രകടനം. അസർദേശം സ്കെച്ച് ജമാഅത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ്. അങ്ങനെ ജമാഅത്ത് കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങാൻ നേരത്ത് ഈ ചക്കന്മാരെല്ലാം നമ്മളെ കുട്ടികൾ ഇട്ടോ ഒറ്റ ഹൈന്ദവരാ കൂട്ടത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ്. ചിലപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഞാനത് പറയുമ്പോൾ കേട്ടോ, ഓരിങ്ങനെ വന്നിട്ട് മോട്ടോർ സൈക്കിൾ ഇങ്ങനെ റൈസാക്കിയിട്ട് കാരണന്മാരെ ചൊടിപ്പിക്കുകയാണ്. ആ പള്ളിക്കാട് പറയണ്ട എൻ്റെ റൈസാക്കൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാച്ച് ചിലപ്പോൾ അതിലൊക്കെ ചില റൈസാക്കിയാലൊക്കെ പാട് എത്തിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ആലോചനകൾ പള്ളീൻ്റെ മുന്നിൽ കുട്ടിയാകെ ഞാൻ നേരത്തെ പറഞ്ഞ തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് ഓർക്കിനെ തോന്നാണ് കൂത്താടാൻ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയല്ലേ. അതിനോടൊക്കെ നമ്മൾ വളരെയധികം ആദരവ് കാണിക്കേണ്ട. ആ ആദരവൊക്കെ പോയത് തന്നെയുള്ള നമ്മളെ പ്രശ്നങ്ങളൊക്കെ. പള്ളികളൊക്കെ എപ്പോഴും ചില ആൾക്കാർ മടക്കുത്തി അങ്ങനെ കയറുന്നതാണ് തന്നെ. ഔന്നുകാർക്കൊന്ന് അങ്ങനത്തെ ചിലരൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഔത്തെ പള്ളിക്ക് വരുമ്പോഴും കാണാം മുട്ടിന്റെ മേലക്ക് എടുത്തിട്ട് എങ്ങനെ വരുന്നത്. ചിലർക്ക് തോന്നുന്നത് ഞാൻ പൈന് മാത്രമൊന്നും അല്ല എന്ന് തോന്നുകയാണ്. വാക്കുഫയ്യലോട് കൂടെ ആ സ്ഥലത്തിന് എത്ര മഹത്തണ്ട അറിയങ്ങള്. പഴയ പള്ളിയൊക്കെ കണ്ടില്ല നിങ്ങള്, കുറച്ച് സ്ഥലം വഖഫ് ചെയ്യാതിടും. എന്തിനാ? അതിനിപ്പോ എന്തെങ്കിലുമൊക്കെ ലേലം ചെയ്യാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ
അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ സ്ഥലം ഒരിക്കലും അനാദരവ് പള്ളിക്കൊന്ന് വേണ്ടാന്ന് കരുതിയിട്ടാണ്, പള്ളിക്കൊന്ന് വേണ്ട കരുതിയിട്ടാണ്. അതിനാണ് അങ്ങനെ കുറച്ച് സ്ഥലം ഒഴിവാക്കിയത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ദുനിയാവിന്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് പറയണമെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും വലിയ ഫോണൊക്കെ വരികയാണെങ്കിൽ ആണ്ടോട് പോയാൽ മതിയല്ലോ. നമ്മളിങ്ങനെ ഹറമിലൊക്കെ അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ശീലമായതുകൊണ്ട് അത്രയൊന്നും ചിലപ്പോൾ നമ്മളെ നാട്ടിലത്തെ പള്ളിയിൽ നിന്നായിരുന്നു. ഹറമെന്ന് ചിലപ്പോൾ എവിടെയെന്ന് ചോദിച്ചു ഞാൻ ഇന്ന സ്ഥലത്താന്ന് പറയാൻ പുറത്തേക്ക് പോകുമ്പോഴത്തേന് പോകാം, പിന്നെ നാട്ടിലെത്തിക്കും ചിലപ്പോൾ. അമ്മ തിരക്കേക്കാർ അവിടെ പ്രായോഗികമാവില്ല. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ഇവിടെ നമ്മളെ നാട്ടിൽ നടപ്പിലാക്കി വന്നാല് അല്ലേ. അപ്പൊ അത് ശ്രദ്ധ. അപ്പൊ ഈ ലാ തുഹില്ലു ഷായിറല്ലാ എന്നുള്ളത് അങ്ങനെ തന്നെ എടുക്കുകയാണ്. അതിന്റെ ശേഷമുള്ള എന്താ വിഷയം എന്നറിയോ? വലശഹ്റൽ ഹറാം, പരിശുദ്ധ മാസങ്ങളുടെ പവിത്രതയെ നിങ്ങൾ അനാദരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇനി ക്യാൻസൽ ചെയ്ത് പറഞ്ഞാൽ അനാദരിച്ചോളൂ എന്നല്ല ഇവിടെ പറയാൻ പോകണ്ടെന്ന് വെച്ചാല്, ആദ്യം അള്ളാഹു കൽപ്പിച്ചത് ഈ പരിശുദ്ധ മാസത്തിലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, യുദ്ധത്തിനും മറ്റൊന്നും പോകണ്ടെന്നാണ്. പരിശുദ്ധ മാസത്തിൽ നിങ്ങൾ യുദ്ധത്തിനൊന്നും പോകണ്ടാണ്. അപ്പൊ പിന്നെ അത് ക്യാൻസലാക്കിയാന്ന് വെച്ചാൽ പരിശുദ്ധ മാസത്തിൽ ഒരു കരുതി കൂട്ടിയ ആ മാസത്തിൽ തന്നെ ഇങ്ങോട്ട് തല്ലാൻ വരികയാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കണ്ട. നമ്മള് പുൽവാമയിൽ തിരിച്ചിട്ട് ബാലാക്കോട്ടിൽ കൊടുത്തല്ലോ 3 ഇരട്ടി, അതേമാതിരിക്കല്ലോ കേട്ടോ. അതിലൊക്കെ നമുക്ക് സംശയമുണ്ട്. എന്നാലും അതിലാർക്കും സംശയമല്ലല്ലോ. പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിച്ചപ്പോ അത് തിരിച്ചടിച്ചാന്നുള്ളത്. പാകിസ്ഥാൻ എന്നല്ല, ഏത് രാജ്യമാണെങ്കിലും ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് അടിച്ചൂലേ. അതിനല്ല ഇതൊക്കെ ഇങ്ങനെ ആയുധങ്ങൾ ഇങ്ങനെ ഒരുക്കി ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇടക്കിടക്കൊന്ന് നോക്കുവാണല്ലോ. അതിനാണ് ഇവർ ഇതൊക്കെ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും. എല്ലാവരും സന്തോഷത്തിലേക്ക് കയറും, ഇങ്ങനെ ധരിച്ചു നിൽക്കുക കയറും. നമ്മളെ ഒരു പട്ടാളക്കാരുണ്ട്, ഇന്ന് എനിക്ക് സുബൈക്കുള്ള ക്ലാസ്സുണ്ട്. അളവാ പറയണേ, ഈ ഇറാനായിട്ടുള്ള മറ്റേ പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ന് പോലും അയാൾ പറഞ്ഞ എന്നോട്, മകനെ വിളിച്ചു പറഞ്ഞു, പട്ടാളത്തിലാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ ദ്വാരക്കുണ്ട് കേട്ടോ പറഞ്ഞ പോലെ, യുദ്ധമൊന്നും ഇല്ലാക്കാണ്. ഇനി മകൻ പറഞ്ഞ പോലെ നിങ്ങൾ യുദ്ധം ഇല്ലാക്കാൻ ദ്വാരക്കല്ലേ പറഞ്ഞു പോലെ ഇവിടെ പറയണ പോലെ ഓല് നമ്മളെ 10-27 ആൾക്കാരെ ശരിയാക്കിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ദ്വാരുന്നാൽ മതി, നിങ്ങൾ അത് കൊളാക്കണ്ടെന്ന് പറഞ്ഞു വാപ്പനോടെ. ആ വാപ്പനോട് പറയണം, നമ്മളിവിടെ ബേജാറായി ദ്വാരക്കുക. അയാൾ എന്നോട് പറയണേ, ഓൻ്റെ ഉമ്മാക്കാണെങ്കിൽ ഉറക്കില്ല യുദ്ധം തീരേറ്റ്. ഓൻ പറയാം നിങ്ങൾ ദ്വാരുന്നാണ്ട് ഇതാക്കണ്ട, ഇങ്ങോട്ട് കിട്ടി നമ്മൾ തിരിച്ചു. അതാണ് പട്ടാളക്കാർ. എന്നിട്ട് ഈ നമ്മളെ പറ്റിയാണ് പറയേണ്ടത്, ഇവർക്ക് രാജ്യ സ്നേഹമില്ല. ഒരു മുസ്ലിമാണ് ഈ പറയണ്ടത്. നമ്മളെ 20 എനിക്ക് തന്നെ കണ്ണറിഞ്ഞു പോയി അത് പറഞ്ഞപ്പോ. സത്യം ആളിനോട് പറയാ, നമ്മളെ 27 ആൾക്കാരെ ശരിയാക്കി പകരം കൊടുത്തിട്ട് വരുന്നാൽ മതി നിങ്ങൾ എന്ന് പറയണ്ടാരാ? ഒരു മാപ്പിള കുട്ടിയാക്കി പറയണ്ട മലപ്പുറത്തെ. ഇതൊന്നും അറിയാതെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യല്, വിമർശിക്കല്. ആവട്ടെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇങ്ങോട്ട് പുണ്യമാസത്തില് അടി വരികയാണെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തോളിങ്ങൾ എന്നുള്ള അത് വേറെ പറയണ്ട. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ പറയുന്നത് വലൽ ഹദിയ, നോക്കൂ, ഹദിയയെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, അനാദരിക്കരുത്. അതായത് ഹറമിലേക്ക് പ്രത്യേകം കരുതുന്ന ബലിമൃഗാണ്, അതിനെ അനാദരിക്കരുത്. വലൽ ഖലായിദ്, അതിന്റെ കഴുത്തിൽ കെട്ടിയ അടയാളങ്ങളെയും. കഴുത്തിൽ മാത്രല്ല, ഇപ്പൊ ഈ ബലിമൃഗങ്ങളെ പിന്നെ ഹറമിലേക്ക് പ്രത്യേകം കരുതിയത് അങ്ങനത്തെ ബലിമൃഗങ്ങള്, ആ ബലിമൃഗങ്ങളുണ്ടല്ലോ, ആ ബലിമൃഗങ്ങളെ പിന്നെന്തെയും അവർക്ക് ഹറമിന്റെ പുറത്ത് പ്രത്യേകം അടയാളങ്ങൾ വെച്ചിട്ടുണ്ടാവും. ആ മരത്തുമ്മ കെട്ട, ഈ മരത്തുമ്മ കെട്ട, അങ്ങനെ ചില അടയാളങ്ങൾ ഉണ്ടാവും. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അനാദരിക്കരുത്. പിന്നെ പറയുന്നത് വലാ ആമീനൽ ബൈത്തൽ ഹറാം, പരിശുദ്ധ ഭവനത്തെ ഉദ്ദേശിച്ച് വരുന്നവരോടും നിങ്ങൾ അനാദരിക്കരുത്, അനാദരവ് കാണിക്കണ്ട. യബ്തഗൂന ഫളലം മിർ റബ്ബിഹിം വരിദ്വാനാ, അവർ റബ്ബിൽ നിന്നുള്ള ഔദാര്യത്തെ ആഗ്രഹിക്കുന്ന പൊരുത്തത്തെയും. എന്താ വിഷയം എന്നറിയങ്ങള്? അവിടെ റിദ്വാൻ എന്ന ഓരോ വാദം അനുസരിച്ച്, അതായത് അവിശ്വാസികളെ പറ്റി പറയണ്ടേ, ഓരോ ഉദ്ദേശം നമ്മൾ ആക്രമിക്കാനായി കാരണം. അപ്പോ നല്ല രൂപത്തിൽ വരുന്നവരുണ്ടാവും. അതെന്താ അറിയോ? അതായത് ഇതിന്റെ ഇവിടെ ഇപ്പൊ പറയേണ്ട ഉദ്ദേശം എന്താ വെച്ചാൽ, ആദ്യ ആയത്തിറങ്ങുമ്പോഴുള്ള സാഹചര്യം എന്താ വെച്ചാല് വലാ ആമീനൽ വൈത്ത, ആമീന ഖാസിദീന, അതായത് ഭവനത്തെ, പരിശുദ്ധ ഭവനത്തെ ഉദ്ദേശിച്ച്, ഹറാം പറഞ്ഞതാണ്,
പരിശുദ്ധ ഭവനത്തെ ഉദ്ദേശിച്ച് വരുന്ന ആളുകളോട് അനാദരവ് കാണിക്കണ്ട. യബ്തഗൂന ഫദ്ലൻ മിർ റബ്ബിഹിം, റബ്ബിൽ നിന്നുള്ള ഫദ്ലിനെ ഒരു ആഗ്രഹിക്കുന്ന കച്ചവടമാണ് ഉദ്ദേശം. അവിശ്വാസികളായ ആളുകൾ ഈ ഹജ്ജിന്റെ സീസണില് അങ്ങോട്ട് വന്നിരുന്നു ആദ്യകാലത്ത്. ഓല ഉദ്ദേശം എന്താണ്? അള്ളാന്റെ ഫദ്ല് ഓല് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ ഉദ്ദേശം ഓൽക്ക് കച്ചവടമാണ്. ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്തിട്ടും അങ്ങനെ ലാഭം എടുക്കുക എന്നൊക്കെ ഉണ്ടല്ലോ കച്ചവടം. പിന്നെ അവിടെ ഇത് പറയേണ്ട സമയത്ത് ഓൽക്ക് വിലക്കില്ല, പിന്നെ വിലക്കായി. ദിൽവാൻ എന്ന് പറഞ്ഞാൽ അവര് റബ്ബിന്റെ പൊരുത്തം എന്ന് പറഞ്ഞാൽ ഓരോ വാദം അനുസരിച്ച് ഞങ്ങളെ കുഴപ്പക്കാരൊന്നല്ല എന്നൊക്കെ ഒരു പുറത്തേക്ക് പറഞ്ഞിട്ട് ആ രൂപത്തിൽ അവർ വരല്. അങ്ങനെയുള്ള ആളുകളോടും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അനാദരവ് കാണിക്കണ്ട. ഇതിനെ പിന്നെ ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് ദുരുദ്ദേശം ഉണ്ടായ ഒരു സാഹചര്യം വന്നപ്പോ അപ്പൊ പിന്നെ ഓല് ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ ഹറമിൽ കയറിയിട്ട് ആക്രമിച്ചാൽ ഹറമല്ല, ഇവിടുന്ന് തല്ലും മുടിയും പാടില്ല എന്ന് പറഞ്ഞ് കാത്തിക്കേണ്ട ആവശ്യമില്ല. ഹറമെന്നാണെങ്കിലും ഇങ്ങോട്ട് കിട്ടിയാൽ അത് കൊടുത്തോണ്ടിരുന്നു. ഈ ഹറമെന്ന ആക്രമണങ്ങൾ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അത് ബാധകല്ല എന്നുള്ള. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് കഴവ പിടിച്ചടക്കം ഒരു ശ്രമം നടന്നല്ലോ, വലിയ പ്രശ്നമുള്ളതായത്. ദിവസങ്ങളോളം അല്ലേ ഹറമിലെ ഇമാമിന്റെ മൈക്ക് തട്ടിയെടുത്തില്ലേ, വലിയ പ്രശ്നം. ഇപ്പൊ വയസ്സായവർക്കൊക്കെ ചിലപ്പോ ഒരു പക്ഷെ അന്ന് അവിടെ ജോലി ചെയ്യുന്നവരും ഓൽക്കൊക്കെ അറിയായിരിക്കും അത്. അന്നത്തെ വെടിവെപ്പും മിനാരത്തിന്റെ മുകളിലൊക്കെ അക്രമകാരികൾ കയറി മൈക്കിലൂടെ ഞാൻ മഹ്ദിയാണെന്ന് ഒരു പൊട്ടം വിളിച്ചു പറഞ്ഞ് രണ്ട് കൽപ്പിച്ചാണ് ഇറങ്ങുകയാണ്. ഇപ്പൊ നമ്മളാ ഗോവിന്ദസ്വാമിന്റെ ഒക്കെ ഒരു കോലാണ് ആ ചങ്ങായിക്കും, ഏകദേശം താടിയൊക്കെ വെച്ചപ്പോ ഞാൻ മഹ്ദി ഇമാമാണെന്നൊക്കെ പറഞ്ഞാണ്ട് വെടിയൊപ്പം കടന്നല്ലോ. അപ്പോ പോലീസ് അന്ന് സൗദി പോലീസ് വലിയൊരു ഓപ്പറേഷനാണ് നടത്തിയത്. അതും ഒരുപാട് ആലോചനക്ക് ശേഷം അവസാനം അറബിലെ മുഫ്തിമാര് എന്ത് ചെയ്തു? ഫത്വ കൊടുത്തു, തിരിച്ചടിച്ചോളിയിൽ. അത്രക്കും അത് പവിത്രമായ സ്ഥലമാണ്. അതിന് ഒരിക്കലും കളങ്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അത് പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഒരു നിലക്കും രക്ഷയില്ലെങ്കിൽ തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ളത് വേറെ പറയുന്നുണ്ട്. അപ്പോ ഹറം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല അതിന് വലിയ പരിശുദ്ധി നൽകുന്നുണ്ട്. മക്ക എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ള നാടാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അതിനെപ്പറ്റി അല്ലാഹു തആല പറയുന്നുണ്ട്. ലീലാഫി സൂറത്തിലൊക്കെ പറയുന്നത് അത് സംബന്ധമായിട്ടാണ്. അപ്പൊ നിർബന്ധിത ഘട്ടത്തിൽ ഈ യുദ്ധം ഹറാമായ മാസങ്ങളാണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ എന്ത് വേണ്ടി വരും? തിരിച്ചടിക്കേണ്ടി വരും. അതാണ് അത് ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ കാരണം ഇതാണ്. ഇത് ആദ്യം പറഞ്ഞ ഭാഗമാണ്. എന്നാൽ അതേസമയം വഇദാ ഹലൽതും ഫസ്താദൂ, വഇദാ ഹലൽതും നിങ്ങൾ ഹജ്ജ് ഉംറയിൽ നിന്ന് തഹല്ലുലായി കഴിഞ്ഞാൽ ഫസ്താദൂ നിങ്ങൾ വേട്ടയാടിക്കോളിയും. അതായത് നമ്മളെ ഹജ്ജിനോ ഉംറക്കൊക്കെ അത് സാധാരണയുള്ള മസല തന്നെ. ഹജ്ജിനോ ഉംറക്കും നമ്മൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവിടെ വേട്ടയാടാനോ മറ്റൊന്നും പാടില്ല, വേട്ട മൃഗത്തെ പിടിക്കാനോ ഒന്നും പാടില്ല. എന്നാൽ തഹല്ലുലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ അനുവദനീയമാണ്. ഇനി പറയാൻ പോകേണ്ട വിഷയം എന്താ അറിയങ്ങൾ? ഈ ആയത്തിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളാണ്. ഇനി പറയാൻ പോകേണ്ടത് ഹുദൈബിയയിൽ നിന്ന് നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. കാരണം മക്കക്കാരെന്ത് ചെയ്തു? നമ്മളെ തടഞ്ഞു. മദീനയിലേക്ക് ഹിജറ പോയി 6 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മക്കത്തേക്ക് പോകാൻ പൂതിയുണ്ട്, തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ പോയത് 1400 പേരോട് കൂടി. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ മക്കയിലേക്ക് പോകുന്ന ആ സമയത്ത് ഹുദൈബിയയിൽ വെച്ച് നമ്മൾ തടയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഘർഷം പരമാവധി ഒരു കച്ചറ പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് പ്രശ്നത്തിന് ഒരുപാട് നമ്മളിപ്പോൾ ഈ മഴക്കാറുണ്ടല്ലേ, മഴക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം മൂടി നമ്മളിപ്പോൾ കൊയിഞ്ഞാടും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണല്ലോ. എന്നുമായിരിക്കായിരുന്നു അന്ന് സംഘർഷത്തിന്റെ അവസ്ഥ. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ധി സംഭാഷണത്തിന് പറഞ്ഞയച്ചപ്പോൾ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓല് കൊന്നൂന്ന് ഓലെന്നെ പ്രചരിപ്പിച്ചു. അതെന്തിനാ വെച്ചാൽ നമ്മൾ പേടിച്ചിട്ട് ഹുദൈബിയയിൽ നിന്ന് മടങ്ങി പോകാനാണ്. പക്ഷേ അത് നടന്നില്ല. അവിടെ ഒരു മരമുണ്ട്, ഫത്ഹ് സൂറത്തിൽ പറയുന്നുണ്ട്. ആ മരത്തിന്റെ ചോട്ടേക്ക് 1400 പേരാണ് വിളിച്ചിട്ട് നബി തങ്ങൾ ഈ വസ്തുതയാണ് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്ത. എന്താ വേണ്ടത് വെച്ചു? അള്ളാന്റെ തിരുവരുടെ കൈ പിടിച്ചാണ് ബൈഅത്ത് റിദ്വാൻ എന്ന് പറയുന്നത്. കയ്യാണ് പിടിച്ചിട്ട് ഓരോരുത്തരും ബൈഅത്ത് ചെയ്തു. നബിയെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ ചോരക്ക് പകരം വീട്ടണം. അതിന് മരണം വരെ ഏറ്റുവാങ്ങിയാലും അതുവരെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും
എന്ന് 1400 പേരാണ് ബൈഅത്ത് ചെയ്തത്. ഒരു പ്രത്യേകം അല്ലാഹു തആല അവരെ എടുത്തു പറയുന്നുണ്ട്. അവർ അള്ളാന്റെ പ്രീതിക്ക് പാത്രമായവരാണ്. ആളുകൾക്ക് പിന്നെ ഭയങ്കര സന്തോഷമായത്, ടെൻഷനൊക്കെ പോയത് ബൈഅത്തുൽ റിദ്വാൻ. പക്ഷേ ഇവർക്ക് മനസ്സിലായി നമ്മൾ പിറകോട്ടില്ല. അപ്പോൾ ഓൽക്കൊരു പേടി, നമ്മൾ അടിച്ചു കയറുമോ. ഓല് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കട്ടയിച്ചു. നമ്മളൊന്നും കൂടി നിബിതങ്ങൾ ബൈഅത്ത് പുതുക്കി. എന്തായിരുന്നാലും പിന്നീടാണ് ഓല് സന്ധി സംഭാഷണത്തിന് വന്നത്. അതില് തൽക്കാലം അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഹൈറിനാണ്. തൽക്കാലം മദ്രസന്റെ സമയമാറ്റത്തെ പറ്റി ചർച്ചയൊക്കെ നടന്നല്ലോ. അപ്പൊ നമ്മൾ അടുത്ത കൊല്ലത്തിന്റെ ഇതാക്കാന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ആരും കുറയില്ലല്ലോ. അങ്ങനെ ഇപ്പൊ ഒരു മതസംഘടനക്കായിട്ട് കീഴ്പ്പെടുക എന്നുള്ളത് തെറ്റിദ്ധാരണ വരുമോ എന്നുള്ളതുകൊണ്ട് എന്തറിയില്ല. അതിനനുസരിച്ചൊക്കെയാണ് ഓരോരുത്തരും പറയാ. പക്ഷെ നമ്മൾ തോറ്റു പിൻവാങ്ങിയൊന്നല്ല. എന്താ കാരണം, നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകളാവുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലും പറയുന്നത് പോലെ എടുത്ത് ചാടാനൊന്നും പറ്റില്ല. എന്നതുപോലെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുക എന്നുള്ള. നബി തങ്ങൾ നോക്കൂ, സ്വഹാബത്തിന് എന്തിനും തയ്യാറായിരുന്നു. ആ വ്യവസ്ഥ ഒരു പറഞ്ഞതൊക്കെ അംഗീകരിച്ച് ഒപ്പിട്ട് കൈമാറിയിട്ട് പോരുക. ഇങ്ങനെയാണ് വിഷയം. ഇങ്ങനെ ആവുമ്പോൾ സ്വഹാബത്തിന്റെ മനസ്സിലൊക്കെ എന്തുണ്ട്, എന്നാലും ആ ചങ്ങായിമാര് വല്ലാത്ത സാധനങ്ങളാണ്. അപ്പൊ ചിലർക്കൊക്കെ തോന്നിയൊരു അവസരം കിട്ടുകയാണെങ്കിലാണ് കൊടുക്കാം. അപ്പൊ അല്ലാഹു തആല പറയാണ്, അത് നോക്കുങ്ങൾ, ഇസ്ലാമിലെ നീതിയാണ് ആ പറയുന്നത്. ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا. ഇതിന്റെ വിശദ വിവരഞ്ഞ് ശേഷം വേറെ ആയത്തിൽ വരുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗമാണിത്. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വെറുപ്പ്, വിദ്വേഷം, അത് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വെറുപ്പ് വരാൻ കാരണം? സദ്ദൂക്കും അനിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുന്നത് അവർ നിങ്ങളെ പ്രതിരോധിച്ചു. അതാണ് നിങ്ങൾക്ക് വെറുപ്പ് വരാൻ കാരണം. അതിനൊക്കെ കാരണമുണ്ട്. നമ്മൾ ജനിച്ച നാട്, നമ്മളെ മസ്ജിദുൽ ഹറാം അവിടെ, ആ മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ ജനിച്ച നാട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇവർ തടഞ്ഞുകൊണ്ട് 100% അനീതിയാണ്. എന്നിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അത് അംഗീകരിക്കണമെന്ന വേണ്ട, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം, അടുത്തെല്ലാം വരാം, നമ്മൾ തിരിച്ചു പോരാ. എന്നിട്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അവരോട് ഉള്ളിൽ ഒരിതുണ്ടാവുമല്ലോ. എല്ലാവരും ഒരേ മാർക്കാവില്ലല്ലോ. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരു വിഷയം വരുമ്പോ ചിലര് സമാധാനം പറയും, ചിലര് പറയും രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ചിലർക്കൊക്കെ തോന്നി ഇതിനൊക്കെ ശരിക്ക് നല്ല ഐഡിയ കൊടുക്കണം. അപ്പൊ അല്ലാഹു തആല പറയാണ്, നമ്മൾ കരാർ ചെയ്താണ്, ഇനി അനീതി പറ്റൂല. ഓലോട് നമ്മൾ വ്യവസ്ഥ എഴുതി ആദ്യം തന്നെ പറഞ്ഞെന്താ, കരാർ എഴുതിയാ പാലിക്കണം എന്നാണ്. ഒരു കരാർ ചെയ്താൽ പാലിക്കണം എന്നാണ്. ഇത് തുടക്കം തന്നെ പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വിദ്വേഷം നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അൻ സദ്ദൂക്കും, എന്താ വെറുപ്പ് വരാൻ കാരണം? അവർ നിങ്ങളെ തടഞ്ഞു. അനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു തടഞ്ഞു. അത് ശരിയാണ്. പക്ഷേ അത് കാരണം നിങ്ങൾക്കുള്ള വെറുപ്പുണ്ടല്ലോ, അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എന്തിന്? അവരോട് അനീതി കാണിക്കാൻ, അവരോട് അതിരുവിട്ട് പ്രവർത്തിക്കാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് നിങ്ങൾക്ക് പ്രചോദനം നൽകരുത്, അത് ഒരു കാരണമാകരുത്. അപ്പൊ നിങ്ങളെത്തുന്ന അങ്ങനെയൊന്നും വേണ്ട. നോക്കി, നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആൾക്കാർ പറഞ്ഞെടുക്കണ്ടോ? അങ്ങനെയുള്ളോ? നമ്മളെപ്പോഴും തിരിച്ചടിക്കേണ്ട അടുത്ത് അടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, വെല്ലുവിളിച്ചിട്ടുണ്ട്. അനബിന് അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാ, എന്നിട്ട് വാടാ എന്ന് പറഞ്ഞ് അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ തന്നെ മുന്നിൽ നിന്നിട്ടുണ്ട്. ഇതൊക്കെ നിർബന്ധിത ഘട്ടത്തിൽ മാത്രമാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. മറ്റുള്ളൊക്കെ അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുക ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറയപ്പെട്ട ഹുദൈബിയ സന്ധി കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം നമ്മൾ എന്ത് ചെയ്തു, ഉംറ ചെയ്ത് വന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ മക്കയിലെത്തി. അങ്ങനെ മക്കയിലെത്തിയിട്ട് മക്ക നമ്മളെ കാൽക്കീഴിൽ വന്നു. അത്തരം ഒരു ഘട്ടത്തിൽ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്? ആക്രമകാരികളോട് എന്താണ് നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ അവരെന്താ പറഞ്ഞത്?
ഞങ്ങൾ താങ്കൾ ഞങ്ങൾക്ക് മാപ്പ് തരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം എന്നാണ്. അപ്പോ നബി തങ്ങൾ പറഞ്ഞെന്താ, ഇദ്ഹബൂ അൻതുമുത് തുലഖാ അന ഖായിലുൽ ലക്കും കമാ ഖാല അഖീ യൂസുഫ് ലിഇഖ്വതി ലാ തസ്രീബ അലൈക്കുമുൽ യൗം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കാനല്ല എന്താ നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിച്ചത്. അപ്പൊ അവര് പറയാണ്, അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് തരും തന്നെയാണ് ഇപ്പൊ ഞങ്ങളെ ധാരണ. അവൻ നബി തങ്ങൾ പറയാണ്, ഇത് ഹബൂ ഒക്കെ പോയിക്കോളി, അൻതുമുത്തുലഖാ, നിങ്ങൾക്കൊക്കെ മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ അവരോട് പറയാ, അന ഖായിലുൽ ലക്കും, ഞങ്ങളോട് പറയാണ്, ഏതുപോലെ കമാ ഖാല അഖീ യൂസുഫ് ലിഇഖ്വതി, എന്റെ സഹോദരൻ യൂസുഫ് നബി തന്റെ സഹോദരങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേലിൽ പ്രതികാരമില്ല. യാക്കൂബ് നബിയുടെ മക്കളെ തിരിച്ചറിഞ്ഞല്ലോ യൂസുഫ് നബി, തന്റെ സഹോദരങ്ങളെ പണ്ട് കിണറ്റിലിട്ടവരെ ആണ് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ പോലെ ആകെ പേടിച്ചു പറിച്ചു. പടച്ചനെതിരെ രാജാവാണ് ഇപ്പോ, പഴയ യൂസുഫ് അല്ലത്. ഒരാജ്ഞ കൊടുത്താല് ഓൾക്ക് നാട്ടിക്കണ പോകാൻ കഴിയൂല. പേടിച്ചു പറിച്ചിക്കുമ്പോ യൂസുഫ് നബി പറയാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇല്ലട്ടോ, ഒരു പ്രതികാരവും ഇല്ലട്ടോ, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് സൂറത്തിന്റെ ആ ഒരു ഭാഗം തന്നെ എടുത്തു ഓതി നബി തങ്ങള്. എന്നിട്ട് പറയാം, ഞങ്ങൾക്ക് മാപ്പേരാണ്. ചരിത്രത്തില് ഇതിന് തുല്യമായൊരു സംഭവം ഉണ്ടോ നിങ്ങൾ ആലോചിച്ചത്? ഈ തിരിച്ചടിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടാണ് ഈ മാപ്പ് കൊടുക്കണ്ടേ, അതിലെല്ലാം അർത്ഥമുള്ളൂ. തിരിച്ചടിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടാണല്ലോ ഈ മാപ്പ് കൊടുക്കുന്നത്, അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത്. എന്നിട്ട് നമ്മളെ പറ്റി പറയണം വേണ്ടാത്ത, അതിനൊന്നും ഇപ്പൊ യാതൊരു വഴിയില്ല. ഇപ്പോ ഈ നമ്മളെ ഗോവിന്ദക്ഷാമിന്റെ വിഷയം വരുമ്പോ ചിലർക്കൊരു സമാധാനം കിട്ടണില്ല. എന്നിട്ട് അമീറുൽ ഇസ്ലാമിനെ വലിച്ചയക്കാണ്, നല്ലയുടെ തൂക്കൊപ്പിക്കാണ്. ഗോവിന്ദ സ്വാമിയാണ് ശരിക്ക്. മുസ്ലിയാർ അല്ലെങ്കിൽ മുസല്ലിയാർ, മോലിയർ അറിയും പോലെയാണ്. സ്വാമി എന്നുള്ളത് കുറച്ചിട്ട് മാറ്റിക്കാണ്ട് ചാമിയാക്കിയ, അത് പറയുമ്പോൾ ഒരു മാറ്റം ഉണ്ടല്ലോ. അതിൽ വേറൊരു സംഗതി നേരല്ല പറയാൻ, അതിന്റെ അടിയിൽ വേറൊരു സംഗതി. ഇന്നലെ ഒരു പ്രമുഖ ചാനലിലെ അവതാരിക പറയാണ്, സുപ്രീം കോടതി പിന്നെ ഒരു പുനർവിചിന്തനം നടത്തേണ്ടി വരും. കാരണം ഇയാൾക്ക് ആദ്യം വധശിക്ഷ വിധിച്ചാണ് സെഷൻ കോടതി, പിന്നീട് ഹൈക്കോടതിയായി ശരിവച്ചു അപ്പീൽ പോയപ്പോ വധശിക്ഷ വേണം, സുപ്രീം കോടതിയായി ജീവപര്യന്താക്കി. അപ്പൊ ഇന്നലെ പറയാണ്, ഇയാൾക്കൊക്കെ വധശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. അത് ചുരുക്കിയ സുപ്രീം കോടതി എന്ത് ചെയ്യണം, ജഡ്ജിമാരൊക്കെ പുനർവിചിന്തനം നടത്തണം. അപ്പൊ ഇത് യമനക്ക് ബാധകല്ല, അതാണ് തമാശ. നമ്മുടെ പങ്ങളുട്ടിണ്ടല്ലോ അവിടെ, അങ്ങനെയുള്ളപ്പോൾ ചിലർ പറയും അവർക്കിത് ബാധകല്ലേ, കൊന്ന കൊല്ല എന്നുള്ളത് എല്ലായിടത്തും ബാധകല്ലേ. ഇതന്നെ നമ്മൾ പറയണ്ടേ, എന്താ ഇയാളെ കാളിലെ എത്ര ക്രൂരമായിട്ടാണ് ഇവനെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. ഈ ഗോവിന്ദസ്വാമി എന്ന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല, അത്രക്കും ഫ്രോഡാണ്. അവനെ പേടിക്കണം. എന്നാലും എനിക്കറിയില്ല നമ്മളൊക്കെ നിയമങ്ങളുടെ അവസ്ഥ അല്ലേ. ഒരു പോലീസുകാരൻ ഇന്നലെ രാവിലെ അയാൾ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയെന്നാണ്. അയാൾ ഉടനെ തന്നെ യാത്ര ക്യാൻസലാക്കി വീട്ടിൽ പോയാണ്. ഇന്നലെ വൈകുന്നേരം അയാൾ ചാനലോട് പറഞ്ഞെന്താ, ഈ ഗോവിന്ദസ്വാമിയെ ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുമ്പോൾ അന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥൻ. അപ്പൊ ഇയാളിൽ നിയമം നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ജയിലിനും പ്രശ്നക്കാരനാണ്. അവ കർശനായിട്ട് നടപ്പിലാക്കിയപ്പോ ഈ ഗോവിന്ദസ്വാമി പോലീസ് ഓഫീസറോട് പറഞ്ഞത്ര, ഞാൻ ഒരിക്കൽ ജയിലിൽ നിന്ന് ചാടും, അന്ന് നിങ്ങളെ കെട്ടിയിട്ടിട്ട് നിങ്ങളെ കുട്ടികളെ ഞാൻ ബലാത്സംഗം ചെയ്യും എന്ന് പറഞ്ഞ പോലെ. ആ പോലീസ് ഓഫീസർ പിന്നെ അവിടുന്ന് പോയി വേറൊരിടത്താണ്. ഇന്നലെ ഇയാൾ ചാടി തന്നപ്പോൾ അയാൾ വേഗം പെരുകി പോയിരുന്നു, ഓൻ കെട്ടിടാൻ വരുന്നതിന്. നിങ്ങൾ ആലോചിച്ചോക്കണം, പാവപ്പെട്ട ആൾക്കാരെ ചെറിയ ചെറിയ കേസിന്റെ പേരിൽ കുടുക്കിയിട്ട് പീഡിപ്പിക്കുന്നവരുണ്ട്. നിരപരാധികളായ ആളുകളെ ഉരുട്ടിക്കൊല്ലുന്ന സംഭവങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഉള്ളു കലക്കി വിടുന്നുണ്ട്. ഇവനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. ഈ കോലത്തില് സന്നാഹങ്ങളുള്ള ജയിലിൽ നിന്നൊക്കെ ചാടി എന്ന് പറയാം, അതും ഒരു കയ്യോണ്ട്. എന്നിട്ടോ ഇമാതിരി പോലീസ് ഓഫീസർമാരെ ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്തണം. എന്താ ഇവരെ കയ്യൊക്കെ പിന്നെന്താ? നല്ല ശിക്ഷ കൊടുക്കണ്ടേ, നല്ല ശിക്ഷ കൊടുക്കണ്ടേ? അതില്ലാത്തതിന്റെ തിക്തഫലാണ്.
അതാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാവുക, ഇങ്ങനെ കണ്ടല്ലോ മനുഷ്യന്മാരെന്നുള്ളത്. വല്ലാത്തല്ലേ, അതൊരു മുസ്ലിം അല്ലാത്ത ഭാഗ്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ പേരിലേക്കാരം പറയാ. പിന്നെ കുറേ ആൾക്കാരുണ്ട് മദ്രസയിൽ പഠിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാണ്ട് പറയും. ഇവൻ പറഞ്ഞ പോലെ എനിക്ക് ജയിലിൽ കൂട്ടിന് 2 പൂച്ചാള് വേണം. ആ പൂച്ചാളെ ഭോഗിച്ചു പറഞ്ഞു. പൂച്ചാളെ പോലീസ് ഒഴിവാക്കിയാണ്. അമ്മാതിരി മനുഷ്യനാവും. മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുവാനെ? വെറുതെ അല്ല ഖുർആന് ബൽഹും അദല്ല് എന്ന് പറഞ്ഞു. ബൽഹും അദല്ല്. ഈ ജയിലിലെ ഒരു സിസ്റ്റം ഉണ്ട് അത്ര. ഈ ഒറ്റക്ക് താമസിപ്പിക്കുന്നവർക്ക് പൂച്ചകൾ കൊടുക്കും അത്രേ, കൂട്ടിനെ കളിപ്പിച്ചാന്, നേരം പോവാനേ. എന്തൊക്കെ വാർത്തകളാണ് റബ്ബേ കേൾക്കുന്നത്. അത് നമ്മൾ കേൾക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഇതൊക്കെ പുറത്തു വരുള്ളൂ. ഇത് രണ്ടാമത് അകത്തായി എന്ന് പറയാം. അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ വിരോധം നന്നാ അതിലും ന്യായമുണ്ട്. മസ്ജിദുൽ ഹറാമുക്ക് നിങ്ങൾ കയറുന്ന നിങ്ങളെ ബ്ലോക്കാക്കി, എന്നാലും അത് നിങ്ങൾ അനീതി ചെയ്യണ്ട, നിങ്ങളെടുത്ത് നേരണ്ടാണ്. എന്നിട്ട് അവസാനം പറയുന്നത് വതആവനൂ അലൽ ബിർരി വത്തഖ്വാ, തഖ്വയിലും നന്മയിലും നിങ്ങൾ അന്യോന്യം സഹായിക്കണം. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റത്തിലും ശത്രുതയിലും നിങ്ങൾ ഒരിക്കലും അന്യോന്യം സഹായിക്കരുത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ലോകം നന്നാകാൻ ഈ സൂറത്തിന്റെ ആദ്യം ഈ 2ാമത്തെ ആയത്തിന്റെ ലാസ്റ്റ് മതി. കരാറുകൾ പൂർത്തിയാക്കണം എന്നാണ്. അതിന്റെ അടിയിൽ സമാധാനത്തിനുള്ള വഴികൾ പറഞ്ഞു. നോക്കൂ, ഇങ്ങോട്ട് അനീതി വരുമ്പോഴും നമ്മൾ പരമാവധി ആത്മസംയമനം പാലിക്കണം എന്ന് പറഞ്ഞു. അവസാനം പറയാണ്, നിങ്ങൾ നന്മയിലും തഖ്വയിലും അന്യോന്യം എന്താകുക, സഹായിക്കുക. ശത്രുതയിലും കുറ്റത്തിലും ഒരിക്കലും നിങ്ങൾ സഹായിക്കരുത്. ശത്രുതയിലാണല്ലോ ആൾക്കാർ സഹായിക്കണ്ട. അതുകൊണ്ടാണല്ലോ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പലപ്പോഴും ചില രാഷ്ട്രങ്ങൾ ചില ദരിദ്ര രാജ്യങ്ങളെയും മറ്റൊക്കെ നിരന്തരം ആക്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കുന്ന ആ അക്രമകാരികൾക്കെല്ലാം സഹായം കൊടുക്കാനുള്ള ഉദാഹരണത്തിന് ഇസ്രായേലിന് അമേരിക്ക ചെയ്തു കൊടുക്കുന്നത് നന്മയിലല്ലല്ലോ ഈ സഹകരണം. അതിപ്പോ അന്താരാഷ്ട്ര രംഗത്ത് അങ്ങനെ ഉണ്ടാവും. അല്ലാത്തതും നമ്മൾ ഒരു ചെറിയ ബോഡിയിൽ നിന്ന് തന്നെ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മളെപ്പോഴും അന്യോന്യം സഹായിക്കേണ്ടത് നന്മയിലും തഖ്വയിലും നന്മയിലുമാണ്. ശത്രുതയിലും തെറ്റിലും സഹായിക്കരുത് എന്നാണ്. അത് ചിലപ്പോൾ നമ്മൾ അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ പിന്നെ നമ്മളോട് വെറുപ്പുണ്ടാവും. ചില ആളുകൾക്ക് ഇവൻ എന്താ അങ്ങനെയെന്നൊക്കെ പറയും. ഒരു കാര്യം ചോദിച്ചാൽ അവൻ തരൂല. ഇപ്പൊ ഈ പിരിവൊക്കെ ചോദിക്കുമ്പോൾ തെറ്റായ കാര്യത്തിനാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ചിലത് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും ചില വിഷയങ്ങൾ. അല്ലെങ്കിൽ നമ്മളൊരു തെറ്റിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടിക്കാൻ പറ്റില്ല. ശത്രുത ഉണ്ടാക്കുന്ന കാര്യത്തിന് ഒരിക്കലും സഹായിക്കരുത്. നമ്മളെ സഹായം നന്മയിലാകണം, തഖ്വയിലാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നിസ്കാരം തടഞ്ഞപ്പോൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ല, ഔ അമറ ബിത്തഖ്വാ എന്ന് പറഞ്ഞു. അബ്ദൻ ഇദാ സല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഒരു അടിമ നിസ്കരിക്കുമ്പോൾ ആ അടിമന്റെ അവസ്ഥ എന്താ? അടിമ ഒരു വിശ്വാസിയാണ്. നബിയെ പറ്റി പറയാണ്, ആ നബി തങ്ങൾ ആരാണ്? തഖ്വ കൊണ്ട് കൽപ്പിക്കുന്ന ആളാണെന്നാണ് നബിയെ എടുത്തു പറഞ്ഞൊരു വിശേഷണം തന്നെ. അതാണ് വിശുദ്ധി. അപ്പോ അത് ഉണ്ടാക്കാനാണ് അന്യോന്യം സഹായങ്ങൾ വേണ്ടത്. നമ്മൾ അന്യോന്യം സഹായിക്കേണ്ടതും വിശുദ്ധി വർദ്ധിപ്പിക്കുക, തഖ്വ വർദ്ധിപ്പിക്കുക, നല്ല നല്ല കാര്യങ്ങളിൽ സഹായിക്കുക. പരസ്പരം ശത്രുത ഉണ്ടാക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരു നിലക്കും സഹായം ഹെൽപ്പ് ചെയ്തു കൊടുക്കരുത്. അതുപോലെ തന്നെ മഹാപാപങ്ങൾക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായിട്ടും അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായിട്ടും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവന്റെ ഇഖാബ് എന്ന് പറഞ്ഞാൽ അത് വളരെ കഠോരമായിരിക്കും, അത് കഠിനമായിരിക്കും. ആ ഒരു ബോധം എല്ലാവർക്കും വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്, സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പാലിക്കണം. ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം, നാൽക്കാലി മൃഗങ്ങളിൽ നിന്ന് ആട്, മാട്, ഒട്ടകം അങ്ങനെയുള്ള നാൽക്കാലികൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ മാ യുത്ലാ അലൈക്കും,
ശേഷം നിങ്ങളുടെ മേലിൽ ഓതപ്പെടുന്നതൊഴികെ, അതായത് ഇന്നത് പാടില്ല എന്ന് പറയുന്നുണ്ട്, അതൊഴികെ ബാക്കിയൊക്കെ അങ്ങനെ അനുവദിക്കപ്പെട്ടിരിക്കും. غير محل الصيد وأنتم حرم. നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ട അനുവദിക്കരുത്. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. തീർച്ചയായിട്ടും അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ച് വിധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുഹില്ലൂ ശാഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ഒരിക്കലും നിങ്ങൾ അനാദരിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, പരിശുദ്ധ മാസത്തെയും, വലൽ ഹദിയ, നിങ്ങൾ ഹറമിലേക്കുള്ള മൃഗത്തെ, ദാനമായി നൽകുന്ന മൃഗത്തെയും നിങ്ങൾ അനാദരിക്കരുത്. വലൽ ഖലായിദ്, അതിന്റെ കയറുകളെയും, അതിനെ കെട്ടാനുള്ള കയറുകൾ, അടയാളങ്ങൾ. വലാ ആമീനൽ ബൈത്തൽ ഹറാം, പരിശുദ്ധ ഭവനത്തെ കരുതുന്നവരെയും കരുതി വരുന്നവരും. എങ്ങനെ? യബ്തഗൂന ഫളലം മിർ റബ്ബിഹിം വറിദ്വാനാ, റബ്ബിൽ നിന്നുള്ള റഹ്മത്തിനെ ആഗ്രഹിച്ച്, കച്ചവടാണ് ഉദ്ദേശം, പിന്നെ ഓല വാദനുസരിച്ച് പൊരുത്തും. അങ്ങനെ വരുന്നവരെ നിങ്ങൾ അനാദരിക്കണം. വഇദാ ഹലൽതും ഫസ്താദൂ, ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നൊക്കെ തഹല്ലുലായാൽ വിരമിച്ചാൽ നിങ്ങൾ വേട്ടയാടിക്കോളൂ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅ്തദൂ, പരിശുദ്ധ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് നിങ്ങളെ തടഞ്ഞു എന്ന കാരണത്താൽ ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് അതിര് വിട്ടു പ്രവർത്തിക്കുക, അനീതി ചെയ്യുക, അത് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ, നന്മയിലും തഖ്വയിലും അന്യോന്യം സഹായിച്ചോളൂ. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും കുറ്റത്തിലും പാപത്തിലും അന്യോന്യം സഹായമരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായിട്ടും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ് أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد. يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام يبتغون فضلا من ربهم ورضوانا وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. صدق الله العلي العظيم.